ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സ്വാഗതം ചെയ്യൽ നേരെ കാലാവസ്ഥയിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാലാവസ്ഥ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് മീൻസ് ഒരു ആദ്യ ഭാഗം നമ്മുടെ വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മുടെ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് കരുതുന്നത്. പ്രധാനമായിട്ടും ഈ ടെമ്പറേച്ചർ, ഭൂമിയിലെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എത്രത്തോളം ഇങ്ങോട്ടേക്ക് വരുന്നു, നമ്മുടെ ഗ്ലോബൽ ഹീറ്റ് ബജറ്റ് എന്താണ്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, എത്രത്തോളം ക്ലൗഡ്സ് അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അവ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായത്. സോ ഇന്ന് നമ്മൾ പാർട്ട് 2ലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി ഗ്ലോബൽ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളെ തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേൾഡ് ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂഷ്വലി നമ്മൾ ഏതൊരു ക്ലാസ്സും ആരംഭിക്കുന്നത് പോലെ തന്നെ ഇന്നത്തെയും ആരംഭം PYQസിലൂടെ തന്നെയാണ്. 1-2 ചോദ്യങ്ങൾ നോക്കി തന്നെ നമുക്ക് ഇന്നത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ നമുക്ക് ഇന്നത്തെയും സെഷൻ ആരംഭിക്കാം. നേരെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക്. Around a low pressure center in the northern hemisphere, surface winds dash circulate clockwise and diverge, circulate counterclockwise and converge, circulate clockwise and converge, circulate counterclockwise and converge. അതായത് ഒരു ഉത്തരാർദ്ധ ഗോളത്തിലെ ലോ പ്രഷർ സെൻറ്ററിൽ സർഫസ് വിൻസിനുണ്ടാവുന്ന വ്യതിയാനം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ക്ലോക്ക് വേസ് ആയിരിക്കുമോ സർക്കുലേറ്റ് ചെയ്യുക, അതോ കൗണ്ടർ ക്ലോക്ക് വേസ് ഓർ ആൻറ്റി ക്ലോക്ക് വേസ്. ആൻറ്റി ക്ലോക്ക് വേസിന് വിളിക്കുന്ന പേര് തന്നെയാണ് കൗണ്ടർ ക്ലോക്ക് വേസ് എന്ന് പറയുക. സോ കൗണ്ടർ ക്ലോക്ക് വേസ് ആയിരിക്കും അവ റൊട്ടേറ്റ് ചെയ്യുക. ഇനി അത് കൺവേർജ് ചെയ്യുന്ന തരത്തിലുള്ള വിൻഡ് ആയിരിക്കുമോ അതോ ഡൈവേർജിങ് ആയിരിക്കുമോ? കൺവേർജ് മീൻസ് ഒരു പോയിന്റിലേക്ക് വന്ന് ചേരുന്ന വിൻഡ്, ഡൈവേർജ് മീൻസ് ഒരു പോയിന്റിൽ നിന്ന് നാനാ ദിശകളിലേക്കും അകന്നു പോകുന്നതിനാണ് നമ്മൾ ഡൈവേർജിങ് വിൻഡ് എന്ന് പറയുക. അപ്പോൾ ഇതിലേത് തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഒരു ലോ പ്രഷർ സെൻറ്ററാണ് എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിലെ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ കറക്റ്റ് പെയർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഐഡൻറ്റിഫൈ കറക്റ്റ് പെയേഴ്സ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് നമ്മുടെ ഹീറ്റ് സോൺസ് ഓഫ് ദി ഗ്ലോബ് അല്ലെങ്കിൽ വേൾഡിലെ പല മേഖലകളെയും ലാറ്റിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടുള്ള പല മേഖലകളെയും നമ്മൾ ഹീറ്റ് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഗ്ലോബൽ ഹീറ്റ് സോൺസ് എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹീറ്റ് സോണുകളുടെ ഡിവിഷനുകൾക്കാണ് നമ്മൾ ഈ പറയുന്ന പേരുകൾ കൊടുക്കുന്നത്. ട്രോപ്പിക്, ടെമ്പറേറ്റ്, ടോറിഡ്, ഫ്രിജിഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു മേഖലകൾ തന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലാറ്റിറ്റ്യൂഡ്സ് ഏത് മുതൽ ഏതുവരെ എന്നുള്ളതിൻ്റെ ആ ഒരു ലാറ്റിറ്റ്യൂഡിനൽ വിൻഡോയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതാണ് കറക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ടെമ്പറേച്ചർ ഇൻവേർഷൻ. എന്താണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് ചോദ്യം. Temperature inversion can trap pollutants close to the ground. Temperature inversion typically occurs during clear night and calm winds. Clear night, calm winds. വളരെ ശാന്തമായ കാറ്റുള്ള സാഹചര്യങ്ങളിലാണ്, രാത്രികാലങ്ങളിലാണ്, അതും ക്ലിയർ ആയിട്ടുള്ള ക്ലൗഡി അല്ലാത്ത രാത്രികാലങ്ങളിലാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. 3, ടെമ്പറേച്ചർ ഇൻവേർഷൻ റിസൾട്ട് ഇൻ കൂളർ ടെമ്പറേച്ചേഴ്സ് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് കമ്പയർഡ് ടു ലോവർ ഓൾട്ടിറ്റ്യൂഡ്. ലോവർ ഓൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹയർ ഓൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ ഒരു കൂളർ ടെമ്പറേച്ചർ കാണിച്ചു തരുന്നൊരു ഫിനോമിനനാണ് എന്നാണ് പറയുന്നത്. അതിലെന്താണ് വാസ്തവം എന്നുള്ളതും നമ്മൾ പോകെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉത്തരം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വെച്ചേക്കുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്തേക്കുക, ഇല്ലെങ്കിൽ നമ്മളത് പഠിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഹീറ്റ് ടെമ്പറേച്ചർ ഭൂമിയിലേക്ക് എത്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. സോ ഭൂമിയിൽ എല്ലായിടത്തും എല്ലാ സമയവും ഒരുപോലെയാണോ ചൂടെത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അല്ല എന്ന് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായി. ചൂടെത്തുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. അതുമാത്രമല്ല, എല്ലായിടത്തും എല്ലാ സമയവും ഒരുപോലെ ചൂട് കിട്ടുന്നതും ഇല്ല. അപ്പം നമ്മൾ ഏതൊരു പ്രദേശത്ത് നോക്കിയാൽ പോലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കിട്ടുന്ന ചൂടിൻ്റെ വാല്യൂവിന് പോലും, അല്ലെങ്കിൽ ഹീറ്റ് നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് കിട്ടുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലും ദൈനികമായിട്ടൊരു പ്രദേശത്തിന് കിട്ടുന്ന താപനിലയെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അത് പ്രാദേശികമായിട്ട് ഓരോ പ്രദേശം മാറുന്നതിനനുസരിച്ചും ഈ താപനിലയ്ക്ക് വ്യത്യാസം കാണാനുണ്ട്. അതിന് ഒരുപാട് ഘടകങ്ങൾ ഈ പറയുന്ന ചൂടൊരു പ്രദേശത്തുണ്ടാകുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നതിന് നിലവിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന അത്തരം ഘടകങ്ങളെയാണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ കൺട്രോളിങ് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ.
ടെമ്പറേച്ചറിൻ്റെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത്. See, the uneven distribution of heat on Earth results from several natural and geographical factors that controls how much solar radiation each region receives and retains. ഓരോ മേഖലയും എത്രത്തോളം സോളാർ റേഡിയേഷൻസുകൾ റിസീവ് ചെയ്യുമെന്നും അത് നിലനിർത്തും എന്നുള്ളതിനെ ഒരുപാട് നാച്ചുറലും എന്നാൽ ജിയോഗ്രഫിക്കലുമായിട്ടുള്ള ഘടകങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശരേഖ. അക്ഷാംശങ്ങൾ വളരെ പ്രധാനമായിട്ട് സോളാർ റേഡിയേഷനുകളെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ചൂടിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അക്ഷാംശങ്ങളെ വെച്ചിട്ട് തൊട്ട് മുന്നേ നമ്മൾ കണ്ട പോലെ ഹീറ്റ് സോൺസ് ഓഫ് ദ വേൾഡ് എന്ന രീതിയിൽ സോണുകളെ തരംതിരിക്കുന്നത് അക്ഷാംശത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നതിന് കാരണം അക്ഷാംശങ്ങൾ ചൂടിൻ്റെ ലഭ്യതയെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ലാറ്റിറ്റ്യൂഡ്സ് കൺട്രോൾ ദി ആംഗിൾ ഓഫ് സോളാർ റേഡിയേഷൻ ദാറ്റ് ഇസ് ബീങ് റിസീവ്ഡ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആംഗിൾ നിർണ്ണയിക്കുന്നത് ലാറ്റിറ്റ്യൂഡുകളാണ്, ശരിയല്ലേ? ഇപ്പോൾ ഈ ഇക്വേറ്ററിൽ കിട്ടുമ്പോൾ മോറോർലെസ് ഇക്വേറ്ററിനോട് പാരലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നു. ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് ചെന്ന സമയത്ത് കുറച്ചുകൂടി ഇൻക്ലിനേഷൻ കിട്ടി. അത് പോളാർ റീജിയനിലോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ ഇൻക്ലിനേഷനുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ചെരിങ്ങിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ സൂര്യപ്രകാശം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് ടച്ച് ചെയ്യുന്നതിൻ്റെ ഇൻക്ലിനേഷനിൽ, ആംഗിളിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. നിയർ ദ ഇക്വേറ്റർ ദ സൺസ് റേസ് ഫോൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി, അതായത് 90 ഡിഗ്രി ആംഗിളിൽ, ഗിവിങ് ഹൈ ടെമ്പറേച്ചർ. ഈ 90 ഡിഗ്രി അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡ്രോപ്പിംഗ് ഓഫ് ദി സൺലൈറ്റ് ഗീവ്സ് മോർ ഹീറ്റ്. സൂര്യപ്രകാശം എവിടെയാണോ 90 ഡിഗ്രിയിൽ ലംബമായി ചെന്ന് പതിക്കുന്നത് ആ പ്രദേശത്ത് ചൂട് കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ തന്നെയാണ് ഈ ലാറ്റിറ്റ്യൂഡ് 0 എന്ന രീതിയിൽ നിൽക്കുന്ന ഇക്വേറ്റർ, ഭൂമധ്യരേഖയുടെ അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ചൂട് താരതമ്യേന കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കാരണം ലാറ്റിറ്റ്യൂഡ് പെർപെൻഡിക്കുലറായിട്ട് വീഴുന്ന സൂര്യപ്രകാശം എങ്ങനെ ഒരു പ്രദേശത്ത് വീഴുന്നു എന്നുള്ളതിന് ലാറ്റിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുകയും 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഏറെക്കുറെ 90 ഡിഗ്രിയോളം സമാനമായ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് ആ പ്രദേശത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറയാൻ പറ്റും. ടുവേർഡ്സ് ദി പോൾ സൺലൈറ്റ് സ്ട്രൈക്സ് അറ്റ് എ സ്ലാൻഡ് ആൻഡ് സ്പ്രെഡ്സ് ഓവർ എ വൈഡർ ഏരിയ റെഡ്യൂസിങ് ഹീറ്റ്. രണ്ട് കാര്യമുണ്ട്. പോളാർ റീജിയനിലോട്ട് പോകുന്ന സമയത്ത് ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ആംഗിള് നല്ലപോലെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്ന ഒന്ന്. രണ്ട്, ഭൂമിയുടെ അന്തരീക്ഷം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കിയാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഈ സൂര്യപ്രകാശത്തിന് സഞ്ചരിച്ച് ഈ പറയുന്ന സർഫസിലേക്ക് എത്താനായിട്ട് ഉള്ള ദൂരം ഇത്രയാണ്. എന്നാൽ പോളാർ റീജിയനിൽ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് സഞ്ചരിച്ച് പോളാർ റീജിയനിൽ എത്താനുള്ള ദൂരമെന്ന് പറയുന്നത് ഇത്രയുമുണ്ട്. അതായത് ധ്രുവപ്രദേശങ്ങളിൽ സൂര്യൻ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നതിന് കൂടുതൽ സഞ്ചാരത്തിനുള്ള ദൂരം കവർ ചെയ്യേണ്ടതുണ്ട്. എന്തിനെ അപേക്ഷിച്ച്? ഭൂമധ്യരേഖയെ അപേക്ഷിച്ച്, ഇക്വേറ്ററിനെ അപേക്ഷിച്ച്. അപ്പോൾ അത് കൂടുതൽ ഹീറ്റിനെ ലോസ് ആക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പോളാർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച്, അതിപ്പോൾ മുകളിലേക്കായാലും താഴേക്കായാലും കേട്ടോ, രണ്ടും ഒരുപോലെ തന്നെയാണ്, പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് ഹീറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മനസ്സിലാക്കുക, ക്ലിയർ ആണോ? യെസ്. ദസ് ടെമ്പറേച്ചർ ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് കുറയുന്നു എന്ന് പറയാം? താപനില കുറയുന്നു എന്ന് കൃത്യമായിട്ട് പറയാം. ക്ലിയർ ആണോ മക്കളെ? സെറ്റാണെന്ന് വിചാരിക്കുവാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ താപനില ലാറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കണക്കാക്കുക? സൂര്യപ്രകാശം കിട്ടുന്ന ആംഗിൾ വെച്ച് കണക്കാക്കും. ആംഗിൾ ഏറ്റവും കൂടുതൽ പെർപെൻഡിക്കുലറിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തിന് കൂടുതൽ ചൂടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, അന്തരീക്ഷത്തിലൂടെ ആ പ്രദേശത്തിലൂടെ സൂര്യന് കടന്നു വരാനായി സഞ്ചരിക്കേണ്ട ദൂരവും കുറവായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഭൂമധ്യരേഖ എന്നൊക്കെ പറയുന്ന മേഖല. അവിടെ നിന്ന് അകന്ന് പോളാർ പ്ലേസസിലോട്ട്, അല്ലെങ്കിൽ ധ്രുവ പ്രദേശങ്ങളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ സൂര്യൻ വന്ന് പതിക്കുന്നത് ആംഗിൾ, ഈ ലംബമായി പതിച്ചിരുന്നത് പതുക്കെ ചെരിഞ്ഞ് സ്ലാൻഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ സ്ലാൻഡിങ് റേഡിയേഷൻസിന് ഉപരിതലത്തെ ചൂടാക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും മറ്റതിനെ അപേക്ഷിച്ച് എന്നുള്ളത് മനസ്സിലാക്കാം. അതിന് മറ്റൊരു കാരണം കൂടി പറയാൻ പറ്റുന്നത്, ഈ ചെരിവ് കൂടുന്നതിനനുസരിച്ചിട്ട് അന്തരീക്ഷത്തിലൂടെ ഈ സൂര്യപ്രകാശത്തിന് സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരവും കൂടുതലാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്തരീക്ഷത്തിലുള്ള ലോസസിൻ്റെ ഫലമായിട്ട്, അന്തരീക്ഷത്തിലെ ഘടികകളിൽ തട്ടിയുള്ള റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് അവസാനം എത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതും കാരണമാണ് ഈ ചൂട് കുറയുന്നതിന്. എന്തായാലും റിസൾട്ട് നമുക്കിങ്ങനെ പറയാം, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് ചൂട് കുറയുന്നു എന്നാണ്. ഓക്കെ,
അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹീറ്റ് സോൺസ് കണക്ക് കൂട്ടുന്നത്. ആ ഹീറ്റ് സോൺസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1 ടോറിഡ് സോൺ, 2 ടെമ്പറേറ്റ് സോൺ, 3 ഫ്രിജിഡ് സോൺ. ഏതൊക്കെയാണ് ഹീറ്റ് സോൺസ് മക്കളെ? ടോറിഡ് ഉണ്ട്, ടെമ്പറേറ്റ് ഉണ്ട്, ഫ്രിജിഡ് ഉണ്ട്. അതിൽ ഈ ടോറിഡ് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യരേഖ ഇക്വേറ്റർ 0 ഡിഗ്രി ഇക്വേറ്ററിന് വടക്കൊരു 23.5 ഡിഗ്രിയും തെക്കൊരു 23.5 ഡിഗ്രിയും വരെ വരുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് ടോറിഡ് സോൺ. നമ്മൾ പൊതുവെ ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയാറില്ലേ? അതർവൈസ് നമ്മളിങ്ങനെ പറയും ട്രോപ്പിക്കൽ റീജിയൻ. അത് തന്നെയാണ് ഈ ടോറിഡ് സോൺ എന്ന് പറയും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് സോൺസിൻ്റെ രീതിയിൽ പേര് വരുമ്പോൾ നമ്മൾ അതിനെ ടോറിഡ് സോൺ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ആരെ ടോറിഡ് സോൺ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ വരുന്ന അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഒരു 23.5 ഡിഗ്രി, ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള സൗത്തിലുള്ള ഒരു 23.5 ഡിഗ്രി കവർ ചെയ്ത് വരുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ടോറിഡ് സോൺ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ ടോറിഡ് സോൺ കഴിഞ്ഞ് പിന്നെ 66.5 ഡിഗ്രി വരെ വരുന്ന മേഖല, അതിപ്പോൾ വടക്കായാലും ശരി തെക്കായാലും ശരി, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയും. സോൺ എന്ന് പറയും ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോൺ എന്ന് പറയും ടെമ്പറേറ്റ് സോൺ. ആ ടെമ്പറേറ്റ് സോൺ കഴിഞ്ഞ് 66 കഴിഞ്ഞാൽ പിന്നെ 90 വരെയുള്ളതാണ് കണക്ക്. 66 മുതൽ നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി നോർത്തും സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി സൗത്തുമാണ്. ഓക്കെ, അപ്പോൾ 66 ഡിഗ്രി നോർത്ത് മുതൽ 90 ഡിഗ്രി നോർത്ത് വരെ, അല്ലെങ്കിൽ 66 ഡിഗ്രി സൗത്ത് മുതൽ 90 ഡിഗ്രി സൗത്ത് വരെ വന്ന് നിൽക്കുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് ഫ്രിജിഡ് സോൺ. ഫ്രിജിഡ് സോൺ എന്ന് വിളിക്കും. ഫ്രിജിഡ് സോൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളതാണ് ഫ്രിജിഡ് സോൺ. ഫ്രിജിഡ് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജുമായിട്ടൊക്കെ ഇതിന് സാമ്യം ഉണ്ടല്ലോ പേരിന്. ഫ്രിഡ്ജ് എന്നുള്ളതിന് സാമ്യം ഉണ്ടല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് ഭയങ്കര തണുപ്പാണല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. സോ ടോറിഡ്, ടെമ്പറേറ്റ്, ഫ്രിജിഡ്. ടോറിഡ്, ടെമ്പറേറ്റ് ആസ് വെൽ ആസ് ഫ്രിജിഡ് എന്ന 3 ഹീറ്റ് സോണുകൾ ഇങ്ങനെ നിർണ്ണയിക്കുന്നു. അത് സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ കുറവ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നു, ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ കുറവിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹീറ്റ് സോൺസ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ചേക്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് PYക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടോറിഡ് സോൺ എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് ഏതുവരെയാണ്? 0 to 23.5 ഡിഗ്രിയാണ് അല്ലേ? ടെമ്പറേറ്റ് എന്ന് പറയുമ്പോഴോ, ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞാലോ 23.5 ഡിഗ്രി ടു 66.5 ഡിഗ്രിയാണ്. നോർത്തും സൗത്തും ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒന്ന് മാത്രം എഴുതാത്തത്. ഫ്രിജിഡ് എന്ന് പറഞ്ഞാലോ, ഫ്രിജിഡ് സോൺ എന്ന് പറഞ്ഞാലോ, ഫ്രിജിഡ് 66 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ്. ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാലോ, ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാലും സെയിം ആയി. ടോറിഡിൻ്റെ തന്നെയാണ് നമ്മൾ എവിടെയും പറയേണ്ടത്, ട്രോപ്പിക്കലും പറയേണ്ടത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുവാണ്. സിമ്പിളല്ലേ? സിമ്പിളായിട്ടൊന്ന് അറിഞ്ഞിരിക്കാവുന്ന കേസേ ഉള്ളൂ. ഈ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ ഹീറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൊരു വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പങ്കുള്ള ഒരാളാണ് പിന്നെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് ഓൾട്ടിറ്റ്യൂഡ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് എത്രത്തോളം ഉയരത്തിലേക്ക് ഒരു പ്രദേശം പോകുന്നോ ആ ഉയരം കൂടുന്നതിനനുസരിച്ച്, പർട്ടിക്കുലർലി നമ്മൾ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിച്ചതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ആയതുകൊണ്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഈ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു നമ്മൾ പഠിക്കുന്നു? ടെമ്പറേച്ചർ കുറയുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലാപ്സ് റേറ്റ് എന്ന് വിളിക്കാം. നോർമൽ അഥവാ അറ്റ്മോസ്ഫിയറിക് ലാപ്സ് റേറ്റ്. എന്താണ് ആ റേറ്റ് എന്ന് പറയുന്നത്? ഈ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഇത് പൊതുവെ കാണുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് എന്നത് മനസ്സിലാക്കുക. ഇനി ഇത് കുറയുന്നതിനൊരു നിരക്കുണ്ട്, കൃത്യമായൊരു നിരക്ക് നമുക്ക് പറയാൻ സാധിക്കും. ഓരോ 1000 മീറ്റർ ഉയരത്തിലും 6.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു എന്ന് പറയാം. ഓരോ 1000 മീറ്ററിലും 6.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഏകദേശം ഒരു 165 മീറ്ററിൽ 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു എന്നും നമുക്ക് പറയാവുന്നതുമാണ്. 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു എന്നും പറയാവുന്നതാണ്. ഇത് രണ്ടും നമ്മുടെ ലാപ്സ് റേറ്റിൽ ഇത് രണ്ടും സൂചിപ്പിക്കാവുന്ന ഉത്തരങ്ങളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ താപനില ഉയരം കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഹൈ റേഞ്ച് റീജിയൻസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി താപനില കുറവ് എക്സ്പീരിയൻസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നതിനെ പറ്റിയിട്ട് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിലുള്ള ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഈ സാധാരണ നമ്മൾ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം, ഉയരം കൂടുന്തോറും താപനില കുറയും എന്നുള്ളതാണല്ലോ.
ദാറ്റ് ഈസ് ദി നോർമൽ ലാപ്സ് റേറ്റ്. അതാണ് സാധാരണഗതിയിലുള്ളൊരു ക്രമമായ നഷ്ടനിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ്. നിങ്ങൾക്ക് ഇവിടെ ഈ ചിത്രം നോക്കിയാൽ അറിയാം, നോർമൽ കണ്ടീഷൻസിൽ ഈ താഴത്തെ സർഫസ് വാം ആയിരിക്കും. ഈ വാം സർഫസ് വാം സർഫസിൽ നിന്ന് വാം ആയിട്ടുള്ള എയർ മുകളിലേക്ക് മൂവ് ചെയ്ത് കൂൾ ഡൗൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൻ്റെ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് കൂളിങ് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഡ്യൂറിങ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഡിക്രീസിങ്. അതായത് ഈ ഒരു അന്തരീക്ഷ പാളിയിൽ താഴ്ന്ന കൂളർ എയറിന് മുകളിലായിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന ഒരു പ്രദേശത്തെ കാണാൻ പറ്റും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉയരത്തിലോട്ട് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളതല്ല പറയേണ്ടത്. ഒരു പർട്ടിക്കുലർ ലെയർ ഓഫ് ഹോട്ട് എയർ അല്ലെങ്കിൽ ഒരു വാം എയറിൻ്റെ പ്രസൻസ് അപ്പർ അറ്റ്മോസ്ഫിയറിൽ കാണാം. പൊതുവേ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ആരെയാണ് കാണുക? കോൾഡ് എയറിനെയാണ് കാണുക, അല്ലേ? കോൾഡ് എയർ മാസ് ആണ് കാണേണ്ടത്. പക്ഷെ എന്ത് കാണുന്നു? വാം എയർ മാസ് കാണുന്നു. ഇങ്ങനെ വാം എയർ മാസ് കാണുന്നത് കൊണ്ട് തന്നെ ഈ കൂൾ എയറിനെ ഇതിന് താഴെ തന്നെ ഈ വാം എയറിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ച് നിർത്തുന്നുണ്ട്. കാരണം കൂൾ എയർ ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ വാം എയറിൻ്റെ താഴെ ആയിരിക്കും നിൽക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെ താഴെ തന്നെ പിടിച്ച് നിർത്തുന്ന കണ്ടീഷൻ വരും. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഇറ്റ് ടിപ്പിക്കലി ഒക്കേഴ്സ് ഓൺ കാം ക്ലിയർ വിൻ്റർ നൈറ്റ്സ് when the ground loses heat rapidly, cooling the air near the surface. അപ്പോൾ ഇത് പൊതുവെ എപ്പോഴും ഉണ്ടാവുക വളരെ ക്ലിയർ ആയിട്ടുള്ള കാം ആയിട്ടുള്ള വിൻ്റർ നൈറ്റ്സിലാണ് പൊതുവെ എന്ത് കാണാൻ പറ്റുക? ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ കാണാൻ പറ്റുക. എന്തുകൊണ്ട് കാണാൻ പറ്റുക വെച്ചാൽ ഈ വിൻ്റർ നൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള കൂളിംഗ് സംഭവിക്കുന്ന കണ്ടീഷനാണ്, അല്ലേ? റാപ്പിഡ് കൂളിംഗ് സംഭവിക്കും. വളരെ പെട്ടെന്ന് കൂളിംഗ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൻ്റെ തൊട്ടടുത്തുള്ള വായു പെട്ടെന്ന് തണുക്കുകയും തൊട്ട് മുകളിലുള്ള വായുവിനെ അപേക്ഷിച്ച് കൂടുതൽ തണുക്കുന്ന സാഹചര്യത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇൻ കമ്പാരിസൺ താഴെയുള്ള ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന വായുവിനേക്കാൾ ചൂടുള്ള വായുവായിരിക്കും. അപ്പോൾ അതിന് മുകളിലുള്ള ഒരു ലെയറിൽ കാണാനായിട്ട് സാധിക്കുക. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വാല്യൂ സാധാരണ നിരക്കിലുള്ളൊരു ടെമ്പറേച്ചറിൻ്റെ ഒരു രീതിയല്ല അന്തരീക്ഷത്തിൽ എന്നുള്ളത് കൊണ്ടാണ് അതിനെ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന രീതിയിൽ നമ്മളതിനെ കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വാം എയർ എബവ് ട്രാപ്സ് ദി കോൾഡ് എയർ ബിലോ പ്രിവെൻറ്റിങ് വെർട്ടിക്കൽ മിക്സിങ്. ശരിയല്ലേ? കാരണം മുകളിലുള്ള വാം എയർ ഈ താഴെയുള്ള കോൾഡ് എയറിനെ ഫർദർ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു എയർ മിക്സിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റിയും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താണ്? ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നത് ഒരു പ്രതിഭാസമാണ്. എപ്പോൾ ഉണ്ടാകുന്നു? സാധാരണഗതിയിൽ കൂളായിട്ടുള്ള കാമായിട്ടുള്ള ക്ലിയർ മീൻസ് അധികം ക്ലൗഡ്സോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിൻ്റർ നൈറ്റ്സിലാണ് പൊതുവേ നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. പിന്നെ വൈ? ബിക്കോസ് ഓഫ് ദ റാപ്പിഡ് കൂളിംഗ് ഓഫ് ദി ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ പെട്ടെന്നുള്ള കൂളിംഗ് സംഭവിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള എയർ പെട്ടെന്ന് കൂളാവും. തൊട്ട് മുകളിലുള്ള എയറിനേക്കാൾ പെട്ടെന്ന് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള എയർ പെട്ടെന്ന് കൂളായി മാറുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് താരതമ്യേന ചൂട് കൂടിയതിനേക്കാൾ കുറഞ്ഞൊരു എയർ ഈ ഗ്രൗണ്ടിനോട് ഏറ്റവും അടുത്തുള്ള സർഫസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചൂടുള്ള എയർ അതിന് മുകളിൽ ഓൾറെഡി ഒക്കർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഒരു ഡിഫറൻസ് താഴത്തെ ലെയറിൽ തണുപ്പും മുകളിലത്തെ ലെയറിൽ ചൂടുമാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, അല്ലേ? സാധാരണഗതിയിൽ അങ്ങനെയല്ല വരിക. താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് തണുക്കാണ് വേണ്ടത്. ഇവിടെ താഴെ തണുപ്പ് മുകളിൽ ചൂടും ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ഇൻവേർഷൻ ഓഫ് ദി ടെമ്പറേച്ചർ എന്ന രീതിയിൽ കണക്ക് കൂട്ടുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കാമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വിൻ്റർ നൈറ്റിലാണ് ഉണ്ടാകുന്നത്, ക്ലൗഡ്ലെസ് ആയിട്ടുള്ള, അല്ലേ? വെരി ഗുഡ്. യെസ്. അടുത്ത ഘടകം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഒരു പ്രദേശത്തെ ടെമ്പറേച്ചറിനെ നിർണ്ണയിക്കുന്ന മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ലാൻഡ് സീ കോൺട്രാസ്റ്റ് ആണ്, അഥവാ അതിനെ കോണ്ടിനെൻറ്റാലിറ്റി എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? കോണ്ടിനെൻറ്റാലിറ്റി. എന്താണ് കോണ്ടിനെൻറ്റാലിറ്റി? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സമുദ്രം എന്നത് പിന്നെ ഈ ഭൂമിയിലെ ഭൂമിയുടെ 70% കൂടുതൽ നമുക്കറിയാം സമുദ്രമാണ്. എന്നാലും ഈ ഭൂമിയുടെ സമുദ്രത്തിന് ജലലഭ്യത എന്നതിനേക്കാൾ ഉപരി മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് റോളുകളുണ്ട്. അതിലൊന്നാണ് ഈ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ കടൽക്കാറ്റും കരക്കാറ്റും എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റി കേട്ടിട്ടുണ്ടാകും. കടൽക്കാറ്റും കരക്കാറ്റും എന്താണ്? ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. ഇത് ബ്രീസ് നമുക്ക് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. അപ്പോൾ ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് ഇത് നമ്മളൊരു പ്രദേശത്തിൻ്റെ താപനിലയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് കൺട്രോളിങ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനിൽ ഈ ലാൻഡ് സീ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കോണ്ടിനെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു പ്രതിഭാസം വരുന്നത് ഇത്രയേ ഉള്ളൂ. കടലിനോട് എത്രത്തോളം സമീപത്താണ് നമ്മുടെ ഈ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്ന പ്രദേശം എന്നത് ആ പ്രദേശത്തിൻ്റെ താപനിലയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളം, കർണാടക, ഗോവ ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ ദീസ് സ്റ്റേറ്റ്സ് ആർ ഓൾ
കൺസിഡേർഡ് ആസ് കോസ്റ്റൽ സ്റ്റേറ്റ്. ഇതെല്ലാം കോസ്റ്റൽ സ്റ്റേറ്റ്സാണ്. അപ്പോൾ ഞാൻ വെസ്റ്റേൺ കോസ്റ്റ് മാത്രമാണ് പറയുന്നത്. എനിഹൗ ഇത് കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആണ്. അതുപോലെ മധ്യപ്രദേശോ ഉത്തർപ്രദേശോ പഞ്ചാബോ ഹരിയാനയോ ബീഹാറോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദീസ് ആർ ഓൾ നോട്ട് കോസ്റ്റൽ സ്റ്റേറ്റ്. ഇതൊന്നും കോസ്റ്റൽ സ്റ്റേറ്റ് അല്ല. അതിൽ തന്നെ ഈ ഹരിയാന പഞ്ചാബിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്കറിയാവുന്ന ഡൽഹിയുണ്ട്. ഡൽഹി ഞാൻ എന്തുകൊണ്ട് എക്സാമ്പിൾ എടുക്കുന്നു വെച്ചാൽ നമുക്ക് വലിയൊരു ഡിഫറൻസ് പറയാൻ പറ്റുന്ന ഡൽഹിനെ പറ്റി നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. ബാക്കി യു പിയിലെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഡൽഹി എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ സംസ്ഥാനം എടുക്കുകയാണ്. ആ സംസ്ഥാനമല്ല കേന്ദ്രഭരണ പ്രദേശം ഡൽഹി വരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് കരുതിക്കോ. ഇവിടെയാണ് ഡൽഹി വരുന്നത് അല്ലേ. ബട്ട് ഇവിടെ കേരളം, ഇവിടെ ഡൽഹി. അപ്പോൾ ഇതിൽ കേരളം എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അറബിക്കടലിനോട് സമീപത്തായിട്ടാണ് ആര് നിൽക്കുന്നത്? കേരളം നിൽക്കുന്നത്. എന്നാൽ ഡൽഹിയോ കടലിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അപ്പോൾ ഇങ്ങനെ കടലിനോട് എത്ര അടുപ്പമാണ്, എത്ര അകലെയാണ് ഒരു പ്രദേശം എന്നതിനെയാണ് നമ്മൾ കോണ്ടിനെൻറ്റാലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോണ്ടിനെൻറ്റാലിറ്റി ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ 100% ആണെന്ന് പറയേണ്ടി വരും. കോണ്ടിനെൻറ്റാലിറ്റി ഡസ് അഫക്റ്റ് ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റീജിയൻ. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കടലും കരയും തമ്മിൽ ചൂടാവുന്ന കണ്ടീഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. കടലും കരയും തമ്മിൽ ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചതിൻ്റെ സൂര്യപ്രകാശം കടലിനും കരയ്ക്കും ഒരുപോലെ തന്നെയാണ് കിട്ടുക എങ്കിൽ കൂടി കടൽ സാവധാനമാണ് ചൂടാവുക കരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കരയ്ക്ക് സ്പെസിഫിക് ഹീറ്റ് കുറവായതുകൊണ്ട്, നിർദ്ദിഷ്ട താപശേഷി കുറവായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും കര. എന്നാൽ കടൽ ഒരുപാട് സമയം എടുത്തിട്ടാവും ചൂടാവുക. അതുപോലെ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാവും തണുക്കുകയും ചെയ്യാം. അപ്പോൾ കടലിന് ചൂടാകാനും തണുക്കാനും ഒക്കെ കൂടുതൽ സമയം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഉണ്ടാകുന്ന ചൂടേറ്റ് ആദ്യം കര ചൂടാവുകയും കരയ്ക്ക് മുകളിൽ കാണുന്ന എയർ മുകളിലേക്ക് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. വൈ? ബിക്കോസ് കര ചൂടായി, കരയിലെ ചൂട് തൊട്ടടുത്തുള്ള എയർ അബ്സോർബ് ചെയ്യും. ചൂട് അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും, എയറിൻ്റെ ഡെൻസിറ്റി കുറയും. എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ എയർ മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ എയർ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എയർ, അന്തരീക്ഷത്തിലുണ്ടായിരുന്ന എയർ മുഴുവൻ, അല്ലെങ്കിൽ സർഫസിനോട് അടുത്തുണ്ടായിരുന്ന എയർ മുഴുവൻ എസ്കേപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി. അങ്ങനെ എസ്കേപ്പ് ചെയ്ത് മുകളിലോട്ട് പോയ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ സർഫസിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു പറയാം. കാരണം അവിടെ എയറാണ് ഒരു പ്രദേശത്തിന് പ്രഷർ നിർണ്ണയിക്കുന്നത്. എയറിൻ്റെ പ്രസൻസ് ആണ് ഒരിടത്ത് പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ എയർ മുഴുവൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് മുകളിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ പ്രഷർ കുറയുന്നു എന്ന് സാരം. എന്നാൽ കടൽ ഈ സമയം ഞാൻ നോക്കുന്ന സമയത്ത്, പകൽ സമയത്തെ കാര്യമായി പറയുന്നത്, കടലിൽ കാരണം സൂര്യപ്രകാശം കിട്ടുമല്ലേ. അപ്പോൾ കടലിൽ ഞാൻ നോക്കുന്ന സമയത്ത് കടലിൽ ഈ കിട്ടിയ ചൂടൊന്നും ആയിട്ടില്ല. കടൽ ഇപ്പോഴും തണുത്ത് തന്നെ നിൽക്കുക. കടൽ തണുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കടലിന് മുകളിലുള്ള എയറൊക്കെ അവിടെ തന്നെ ട്രാപ്ഡായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അവരുടെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവിടെ കടലിന് മുകളിൽ നല്ലപോലെ എയറിൻ്റെ ഏരിയയുണ്ട്, എയറിൻ്റെ പ്രസൻസ് നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് കടലിന് മുകളിലൊരു ഹൈ പ്രഷർ റീജിയനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ വിൻഡിന് പൊതുവേ ഉള്ളൊരു ടെൻഡൻസി എന്ന് പറയുന്നത് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഹൈ പ്രഷർ ടു ലോ പ്രഷർ സഞ്ചരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ കടലിന് മുകളിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശും. അപ്പോൾ ഈ ചൂടേറ്റ് വല്ലാണ്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന കരയിലേക്ക് ഈ തണുത്ത കാറ്റാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കാറ്റ് റിസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കരയുടെ മുകളിലെ വർധനവ്, താപനിലയ്ക്കുണ്ടാകുന്ന വർധനവിന് ഇവൻ കൺട്രോൾ ചെയ്യും, ഒരു പരിധിയിൽ കൂടാതെ സഹായിക്കും. ശരിയാണോ? അപ്പോൾ ഇതാണ് കോണ്ടിനെൻറ്റാലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടലിൽ നിന്ന് ഇങ്ങനെ ഒരു മോഡറേറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവില്ലേ. ഇതിനെ മോഡറേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് സീ എന്ന് നമ്മൾ പറയും. മോഡറേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് സീ എന്ന് പറയാം. അപ്പോൾ കടലിൻ്റെ ഈ ഒരു മോഡറേഷൻ കോസ്റ്റൽ ഏരിയകൾക്ക് കിട്ടും. കടലിൻ്റെ അടുത്ത് നടക്കുന്ന ഏതൊരു പ്രദേശത്തും ഏതൊരു രാജ്യത്തിനും ഈ ഒരു പ്രതിഭാസം അവൈലബിൾ ആണെന്നുള്ളതാണ്. രാത്രിയാകുമ്പോൾ നേരെ തിരിച്ച് നടക്കും കേട്ടോ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് സീ ബ്രീസ്. തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. കാറ്റിന് എപ്പോഴും പേര് കൊടുക്കുക. എപ്പോഴും നമ്മൾ പറയുന്നതാണ് എവിടെ നിന്ന് കാറ്റ് ഉത്ഭവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന് പേര് കൊടുക്കുന്നത്. കടലിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ കടൽ കാറ്റ്, കരയിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ കരക്കാറ്റ്, പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ പടിഞ്ഞാറൻ കാറ്റ്, തെക്ക് നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ തെക്കൻ കാറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണോ കാറ്റ് വീശുക ആ വീശുന്ന ദിശ അനുസരിച്ചിട്ടാണ് കാറ്റിന് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കുക, പേരുകൾ കൊടുക്കുക എന്ന് മനസ്സിലാക്കിയിരിക്കുക. ശരി, അപ്പോൾ ലാൻഡ് ഹീറ്റ്സ് ആൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ വാട്ടർ. This difference causes coastal areas to have moderate climate and interior regions to have extreme climate. കോണ്ടിനെൻറ്റാലിറ്റി അല്ലേ. കടലിൽ നിന്ന് എത്രത്തോളം അകലെ പോകുന്നോ അതിനനുസരിച്ച് ക്ലൈമറ്റിൻ്റെ എക്സ്ട്രീമിറ്റീസ് കൂടും. അതായത് എനിക്ക് കോസ്റ്റൽ സ്റ്റേറ്റിന് ഈ പറയുന്ന മോഡറേറ്റിംഗ് ഇഫക്റ്റ് കിട്ടുമെങ്കിൽ ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾക്ക് ഇത് കിട്ടുമോ?
കിട്ടത്തില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻഫ്ലുവൻസ് മാത്രമായിരിക്കും കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്, കിട്ടത്തില്ല. ഇൻ കേസ് കിട്ടിയാൽ പോലും ഭയങ്കര കുറവായിരിക്കും. ഇടയ്ക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല, പർവ്വതങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കിട്ടിയേക്കാം എന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ടെമ്പറേച്ചറിനെ ബാധിക്കുന്ന ഘടകമല്ലേ. എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ലാൻഡ് കടലിനോടടുത്താണോ കടലിനകലെയാണോ എന്നുള്ളതനുസരിച്ചിട്ട് താപനിലയുടെ വ്യത്യാസം തീർച്ചയായിട്ടും അനുഭവപ്പെടുമെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ഫാക്ടർ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഓഷൻ കറൻസ്. എന്താണ് നാലാമത്തെ ഘടകം എന്ന് പറയുന്നത്? ഓഷൻ കറൻസ്, സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന് പറയും. ഇത് പറയും സമുദ്ര ജലപ്രവാഹങ്ങൾ. ഈ സമുദ്ര ജലപ്രവാഹങ്ങൾ പൊതുവെ, അതായത് ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാ വർഷവും കടലിൻ്റെ ഒരു തിരമാലയുടെ കടലിൽ തിരയിളക്കമുണ്ട് എന്ന് നമുക്കറിയാം. ഈ കടലിലെ തിരയിളക്കം സർഫസിൽ ഈ കാറ്റ് വീശുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെങ്കിൽ, അതല്ലാണ്ട് സമുദ്രജലം ആസ് എ ഹോൾ എപ്പോഴും ഒരു മൂവ്മെൻറ്റിന് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. കടലിനടിയിൽ ഈ പറയുന്ന ജലത്തിൻ്റെ പ്രവാഹങ്ങളുണ്ട്, ചില ഓഷൻ കറൻസ് ഉണ്ട്. എല്ലായിടവും ഉണ്ടെന്നല്ല, ഒട്ടുമുക്കാലിടങ്ങളിൽ നമുക്ക് ഈ സമുദ്രജലം പ്രവഹിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും സമുദ്രത്തിനടിയിൽ പോകുമ്പോൾ. അപ്പോൾ ഇവയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഓഷൻ കറൻസ് എന്നതുകൊണ്ട് രേഖപ്പെടുത്തുന്നത്. എന്താണ് ഓഷൻ കറൻസ് എന്നതുകൊണ്ട് രേഖപ്പെടുത്തുന്നത്? അപ്പോൾ ഈ ഓഷൻ കറൻസ് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓഷൻ കറൻസ് കാണാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓഷ്യാനോഗ്രഫി പഠിക്കുമ്പോൾ ഇതേ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് പോവുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ഘടകമായി മാത്രം ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഓഷൻ കറൻസ് ഉണ്ട്. എത്ര തരത്തിൽ? രണ്ട് തരത്തിൽ. ഒന്ന് വാം ഓഷൻ കറൻസും ഉണ്ട്, വാം ഓഷൻ കറൻസും ഉണ്ട്, അതുപോലെ കോൾഡ് കറൻസും ഉണ്ട്, കോൾഡ് ഓഷൻ കറൻസും ഉണ്ട് കേട്ടോ. വാം ഓഷൻ കറൻസും ഉണ്ട്, കോൾഡ് ഓഷൻ കറൻസും ഉണ്ട്. സിമ്പിളാണ്, പേര് പറയുന്ന പോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങൾ തണുത്തതാണെങ്കിൽ അതിനെ കോൾഡ് എന്നും, ചൂടുള്ള പിന്നെ വാട്ടർ സമുദ്രത്തിലെ വെള്ളമാണ് ഇവൻ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വാം കറണ്ടുകളുമാണ്. അപ്പം ഭൂമിയുടെ ഓരോ പല പ്രദേശങ്ങളിലായിട്ടും പലതരത്തിൽ ഇത്തരത്തിലുള്ള കറണ്ടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ കാനറി കറണ്ട്, അതുപോലെ അഖുൽഹാസ് കറണ്ട്, അതുപോലെ ബ്രസീലിയൻ കറണ്ട്, പെറൂവിയൻ കറണ്ട്, കാലിഫോർണിയ കറണ്ട്, ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്, കുറോഷിയോ കറണ്ട്, ഈസ്റ്റേൺ ഓസ്ട്രേലിയൻ കറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടും ഉണ്ട്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടും ഉണ്ട്. അതിൽ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ കളർ ലൈൻ ഇട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് എ കോൾഡ് കറണ്ട്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടോ ദാറ്റ് ഇസ് അത് റെഡ് കളറിലാണ് കാണിച്ചിട്ടുള്ളത്. സോ അത് ഹോട്ട് കറണ്ടാണ്. സോ ഇങ്ങനെ ഇഷ്ടംമാതിരി ഓഷൻ കറൻസ് നമ്മുടെ ഗ്ലോബലി സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിൽ. അപ്പോൾ ഈ ഹോട്ടായിട്ടുള്ള കറണ്ട് വന്നിരിക്കുന്ന വാം ഓഷൻ കറണ്ട് വന്നിരിക്കുന്ന പ്രദേശം സ്വാഭാവികമായിട്ടും കൂടുതൽ ചൂടാവാനും കോൾഡ് കറണ്ട് ഉള്ള സ്ഥലം തണുത്ത് നിൽക്കാനുമുള്ള കണ്ടീഷൻസ് കൂടുതലായിരിക്കും. ഇത് നേരിട്ട് ഈ ചൂടിനെയും തണുപ്പിനെയും മാത്രം സ്വാധീനിക്കുകയല്ല, ഇത് ഇവിടെ ഉണ്ടാകുന്ന ബാക്കി ക്ലൈമാറ്റിക് ഫിനോമിനാസിനെയും സ്വാധീനിക്കും. ഫോർ എക്സാമ്പിൾ വാം കറണ്ട് വരുന്നിടങ്ങളിലൊക്കെ മഴ പെയ്യ്ക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ടാവും. റാദർ ദാൻ കോൾഡ് കറണ്ട് വരുന്നിടത്ത് മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് കൂടിയുണ്ട്. അതും ഈ പറയുന്ന ചൂടിന് എന്ത് ചെയ്യാറുണ്ട്? സ്വാധീനിക്കാറുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓഷൻ കറൻസ് ഒന്നിലധികം രീതിയിൽ പ്രദേശത്തിൻ്റെ താപനിലയെ സ്വാധീനിക്കപ്പെടും എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഓഷ്യാനിക് കറൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ ഹീറ്റ് സ്റ്റാക്കിംഗ്. On the one hand, warm currents such as Gulf Stream raise the air and sea temperatures along the nearby coast. On the other hand, cold currents such as the Labrador current reduces them. അല്ലേ? ഇപ്പോൾ ഓഷൻ ടെമ്പറേച്ചറും ആ ഓഷനോട് അടുത്ത് നിൽക്കുന്ന കരയുടെ ടെമ്പറേച്ചറും ഹോട്ട് കറൻസ് അല്ലെങ്കിൽ വാം കറൻസ് വർദ്ധിപ്പിക്കുമ്പോൾ കോൾഡ് കറണ്ട് നേരെ തിരിച്ച് തണുപ്പിക്കുകയാണ് ചെയ്യാമെന്നും പറയുന്നത്. അങ്ങനെ താപനിലയുടെ വിതരണത്തെ ഓഷൻ കറൻസ് സ്വാധീനിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് വെജിറ്റേഷൻ ആൻഡ് സർഫസ് ആണ്. അതായത് പ്രദേശത്തിൻ്റെ പച്ചപ്പും ഹരിതാഭയും എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറില്ലേ, അത് തന്നെ സംഭവം. അതായത് എത്രത്തോളം ഇപ്പോൾ ഒട്ടും വെജിറ്റേഷൻസ് ഇല്ലാതെ വൃക്ഷങ്ങളുടെ ഒന്നും പ്രസൻസ് ഇല്ലാതെ വളരെ തുറസായി കിടക്കുന്ന ഒരു പ്രദേശത്താണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം വന്നടിച്ചാൽ ആ സൂര്യപ്രകാശം പൂർണ്ണമായി സർഫസ് അബ്സോർബ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോകും. അതവിടെ ടെമ്പറേച്ചർ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യും. എന്നാൽ ഒരു വനമേഖലയിലാണ് ഈ സൂര്യപ്രകാശം അടിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂര്യൻ്റെ പ്രകാശരശ്മികളെ മുഴുവൻ ഈ വനത്തിലെ വൃക്ഷങ്ങളുടെ ചില്ലകളും ഇലകളും ഒക്കെ കൂടി ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും സർഫസിലേക്ക് എത്തിയാൽ തന്നെ ഇത് എത്തുക. അപ്പോൾ ആ വനമേഖലയ്ക്കുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വനമേഖലയ്ക്കുള്ളിൽ ഒരു പ്രദേശത്തെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും റാദർ ദാൻ ആൻ ഓപ്പൺ ഏരിയ. ക്ലിയർ അല്ലേ? അപ്പോൾ വെജിറ്റേഷനും ലാൻഡ് സർഫസും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ലേ? തീർച്ചയായിട്ടും ആണെന്നുള്ളതാണ്. ഫോറസ്റ്റ് അബ്സോർബ് ഹീറ്റ് ആൻഡ് റിലീസസ് ഹീറ്റ് സ്ലോലി,
ക്രിയേറ്റിംഗ് മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ് ഫോറസ്റ്റ് ഏരിയകളിൽ അല്ലെങ്കിൽ ഗ്രീൻ കവറുള്ള ഏരിയയിൽ. ഫോറസ്റ്റ് തന്നെ ആവണമെന്നൊന്നുമില്ല, ഗ്രീൻ കവറുള്ള ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ദി കോൺട്രറി, ബാരൻ ഡെസേർട്സ് ആൻഡ് അർബൻ സർഫസസ് അബ്സോർബ് ഹീറ്റ് ആൻഡ് റിലീസസ് ഇറ്റ് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി, ദെയർബൈ ജനറേറ്റിംഗ് ഹയർ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. നമ്മുടെ തുറസായ സ്ഥലങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഒരുപാട് പണി കഴിപ്പിച്ചിരിക്കുന്ന റിഫ്ലക്റ്റിംഗ് സർഫസുകളൊക്കെ ഒരുപാടുള്ള ഈ പട്ടണ പ്രദേശങ്ങളിലെല്ലാം ഇത് തന്നെയാണ് സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് റിലീസ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു കണ്ടീഷനിൽ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ആൽബിഡോ. നമ്മൾ ഭൂമിയുടെ ആൽബിഡോനെ പറ്റി, ഇപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കണ്ടൻറ്റുകളെന്ന് പറയുന്നത്. ഇപ്പോൾ ആൽബിഡോ എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിൽ വരുന്ന എന്താ പറയുക, സൂര്യപ്രകാശത്തെ ഭൂമി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റീനെയാണ് നമ്മൾ ആൽബിഡോ എന്ന രീതിയിൽ വിളിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് സൂചിപ്പിച്ചു. ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ആൽബസ്, വിച്ച് മീൻസ് വൈറ്റ്. ഇറ്റ് റിഫേഴ്സ് ടു ദി റിഫ്ലക്റ്റിവിറ്റി ഓഫ് എ സർഫസ്. അപ്പോൾ എന്താ ആൽബിഡോ എന്ന് പറയുന്നത്? ആൽബിഡോ ഒരു പ്രദേശത്തിൻ്റെ റിഫ്ലക്റ്റിവിറ്റിയെ, പ്രതിഫലന സാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണെന്നുള്ളതാണ്. So it is defined as the percentage of insolation that is reflected by a surface. സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ ഒരു സർഫസ്, ഒരു പ്രതലം എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതിനെയാണ് ഈ ആൽബിഡോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The surfaces which have higher albedo appears brighter and the albedo varies depending on the following. അതിൽ ഏറ്റവും കൂടുതൽ ആൽബിഡോ, നല്ല ആൽബിഡോ ഉള്ള സർഫസുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൈറ്റർ ആയിരിക്കും എന്ന് പറയും. ഉദാഹരണത്തിന് നിങ്ങൾ ഗോൾഡ് എടുത്ത് വെയിലത്ത് വെച്ചാൽ അത് തിളങ്ങും. അപ്പോൾ ഗോൾഡിന് എന്തുണ്ട്, നല്ല ആൽബിഡോ ഉണ്ടെന്ന് പറയാം അല്ലേ. കുറച്ച് മണ്ണെടുത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങത്തില്ല, അപ്പോൾ മണ്ണിൻ്റെ ആൽബിഡോ കുറവാണെന്ന് പറയാം. ഐസ് എടുത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസും തിളങ്ങും, അപ്പോൾ ഐസിന് ആൽബിഡോ കൂടുതലാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ മീൻസ് ആൽബിഡോ കൂടിയ വസ്തുക്കൾ പൊതുവെ ബ്രൈറ്റർ ഇൻ അപ്പിയറൻസ് ആയിരിക്കും കേട്ടോ. ആൽബിഡോ കൂടിയ വസ്തുക്കൾ പൊതുവെ ബ്രൈറ്റർ ഇൻ അപ്പിയറൻസ് ആയിരിക്കും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, ഒന്നുമില്ലെങ്കിലും. അപ്പോൾ ഒരു എന്തെങ്കിലും ടൈപ്പിലുള്ളൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിൽ ആൽബിഡോയുടെ അളവ് കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്കോ കുറഞ്ഞതും കൂടിയത് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ എങ്ങാനും അത്തരത്തിലുള്ള ചോദ്യം എങ്ങാനും വരുവാണെങ്കിൽ വി മേ ഹാവ് എ ടേക്ക് ഇഫ് വി നോ ദിസ്. ബ്രൈറ്ററായിട്ട് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത് ആരാണെന്നുള്ളത് കണക്ക് കൂട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആൽബിഡോ കൂടുതൽ ആർക്കാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ജനറലി ബ്രൈറ്റർ വസ്തുക്കൾക്ക് എന്ത് കൂടുതലായിരിക്കും, ആൽബിഡോ കൂടുതൽ. അതുകൊണ്ട് അവർ ബ്രൈറ്റായിട്ട് അപ്പിയർ ചെയ്യുന്നത്. അവർ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദേ വിൽ ബിക്കം മോർ ബ്രൈറ്റ്. അപ്പോൾ നമ്മൾ ഡാർക്ക് കളറിനെയും ലൈറ്റ് കളറിനെയും പറ്റി പറയാറില്ലേ. ഫോർ എക്സാമ്പിൾ ബ്ലാക്കിനെയും വൈറ്റിനെയും പറ്റി പറയാറില്ലേ. നമ്മൾ ചൂടുള്ള സമയത്ത് വൈറ്റ് ഇടണം, ബ്ലാക്ക് ഇടരുത് എന്ന് പറയും. കാരണം ബ്ലാക്ക് ഇസ് എ കളർ വിച്ച് അബ്സോർബ് ദീസ് റേഡിയേഷൻസ്. ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ് ബ്ലാക്ക്, വൈറ്റ് ലൈറ്റിനെ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈറ്റ് കളറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈറ്റ് കളറുള്ള വസ്തു ലൈറ്റിനെ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയാം. ഒരു കളർ, ഒരു വേവ് ലെങ്തിനെയും അബ്സോർബ് ചെയ്യാതെ എല്ലാത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ആളാണ് വൈറ്റ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള സമയത്ത് ഇതുപോലെ ലൈറ്റ് കളേഴ്സും വൈറ്റ് കളറും ഒക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ബെറ്ററാണ് എന്നുള്ളത്. കാരണം വരുന്ന ചൂടിനെ അബ്സോർബ് ചെയ്യാതെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും. വാഹനങ്ങളുടെ കാര്യത്തിലും നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ഒക്കെ ഇത് ആലോചിക്കാറുണ്ട്. ബ്ലാക്ക് കളർ വാഹനം എടുത്താൽ ചൂട് കൂടാനുള്ള സാധ്യതയില്ലേ, വൈറ്റ് കളറാണെങ്കിൽ അത് കുറയത്തില്ലേ എന്നൊക്കെ കരുതി നമ്മൾ വാഹനങ്ങൾ ഉൾപ്പെടെ എടുക്കുമ്പോഴും ഇത് ചിന്തിക്കാറൊക്കെയുണ്ട്. എനിഹൗ അത് ശരി തന്നെയാണ് കേട്ടോ, ആ ഒരു കളറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് താനും. അപ്പോൾ ബ്രൈറ്ററായിട്ട്, വൈറ്റ് അല്ലേ ബ്ലാക്കിനേക്കാളും ബ്രൈറ്റ് ആരാ, വൈറ്റ് തന്നെയാണ് ആബ്സല്യൂട്ട്ലി. സോ ബ്രൈറ്റ് അപ്പിയേഴ്സ് മോർ, ബ്രൈറ്റ് വിൽ ഹാവ് മോർ ആൽബിഡോ എന്ന് പറയാം. സോ ദ ആൽബിഡോ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഒന്ന്, നേച്ചർ ഓഫ് ദി സർഫസ്. ഇപ്പോൾ സ്മൂത്ത് സർഫസ് ആണോ, റഫ് ആൻഡ് റഗഡ് ആയിട്ടുള്ള സർഫസ് ആണോ എന്നുള്ളത് ആൽബിഡോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പൊതുവേ സ്മൂത്ത് സർഫസിന് ആൽബിഡോ കൂടുതലായിരിക്കും. സ്മൂത്ത് സർഫസസ് റിഫ്ലെക്ട്സ് മോർ. മറ്റേതിന് സ്കാറ്ററിങ് കൂടിയിട്ടേ റിഫ്ലക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാണ്ടൊക്കെ വരും, ഏത് അൺഡുലേറ്റഡ് ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സ്മൂത്ത് സർഫസ് നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യും, നല്ല ആൽബിഡോ കാണിക്കും. അതുപോലെ ആംഗിൾ ഓഫ് സൺറൈസ്, വരുന്ന സൺറൈസിൻ്റെ ആംഗിൾ, പെർട്ടിക്കുലേറ്റ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി സ്കൈ, അന്തരീക്ഷത്തിലുള്ള കണികകളുടെ അളവ്, അതുപോലെ എമൗണ്ട് ഓഫ് ക്ലൗഡ് കവർ, എത്രത്തോളം ക്ലൗഡ് ഉണ്ട് ഒരു പ്രദേശത്തിൻ്റേതെന്നുള്ളതൊക്കെ ആൽബിഡോനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങളാണെന്നുള്ളതാണ്. The albedo of Earth is around 30% and therefore from space Earth appears as a very bright object. ഭൂമിയുടെ ആൽബിഡോ ഏകദേശം 30% എന്നാണ് പറയുന്നത്. അതായത് വരുന്ന റേഡിയേഷൻ്റെ 30% എർത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, റിഫ്ലക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയെ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റായിട്ട് കാണാൻ പറ്റും, ബിക്കോസ് അത്യാവശ്യം നമ്മൾ ആൽബിഡോ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. The moon, which is without clouds or any atmosphere, has an average albedo of only 7 to 8%.
The average albedos in the tropics is between 19 to 38%, whereas in polar regions, albedos are as high as 80%. എന്തുകൊണ്ടാണ്? ട്രോപ്പിക്കൽ റീജിയൻസിൽ കൂടുതലും നമുക്ക് ഈ വെജിറ്റേഷൻസ് ഉണ്ട്, ആൾക്കാരുണ്ട്, സർഫസ് ഏരിയ മണ്ണാണ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രോപ്പിക്കൽ ഏരിയാസിൽ വരുമ്പോൾ ആൽബിഡോയുടെ കവർ എന്ന് പറഞ്ഞാൽ ഏകദേശം 19 മുതൽ 38% വരെ ഉള്ളൂ. എന്നാൽ അങ്ങ് പോളാർ റീജിയനിലോട്ട് പോകുമ്പോൾ കൂടുതലും ഐസ് അല്ലേടെ. ഒന്നാമത് വൈറ്റ്, രണ്ടാമത്തത് സ്മൂത്ത് സർഫസാണ്. എല്ലാം കൂടി ആകുമ്പോഴേക്കും ആൽബിഡോ കൂടുതലാണ്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു ആസ് ഹൈ ആസ് 80% എന്ന് നമുക്ക് പറയാം ഇവിടെ പോളാർ റീജിയൻസിലോട്ട് പോകുമ്പോൾ. ഓക്കെ, ദ ആൽബിഡോസ് ഓഫ് ഡിഫറെൻറ്റ് സർഫസസ് ആർ: ഒന്ന്, സ്നോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൽബിഡോ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫ്രഷ് സ്നോ ആണെങ്കിൽ 80 to 85% ആണ് ആൽബിഡോ വരിക. അതുപോലെ ഓൾഡ് സ്നോ ആണ്, പഴക്കം ചെന്ന സ്നോ ആണെന്നുണ്ടെങ്കിൽ 50 to 60% ആണ്. അപ്പോൾ സ്നോയിൽ തന്നെ പുതിയത് പഴയത് എന്നുള്ളതിൽ റിഫ്ലക്ഷൻ കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ന്യൂലി ഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ്ലി ഫോംഡ് സ്നോ ആണെന്നുണ്ടെങ്കിൽ 80% മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓൾഡ് സ്നോ ആണെങ്കിൽ 50 to 60% റിഫ്ലക്റ്റ് ചെയ്യും. ഒരുപാട് അതിൽ പല പദാർത്ഥങ്ങളൊക്കെ മിക്സഡ് ആയി പോകുമല്ലോ. അങ്ങനെയാണ് ഓൾഡ് സ്നോ ആകുമ്പോഴേക്കും പല കാര്യങ്ങളും അതിൽ മിക്സഡ് ആവും. മണ്ണ് മിക്സഡ് ആവാം, പല മെറ്റീരിയൽസും അതിനകത്ത് മിക്സഡ് ആവും. അതുകൊണ്ടാണ് അതിൻ്റെ ആൽബിഡോ കുറയുന്നത്. വാട്ടർ എന്ന് പറയുന്നത് 50 മുതൽ 80% വരെ റിഫ്ലക്ഷൻ ഉണ്ട്. ഹൊറൈസണിലാണെങ്കിൽ ഓവർ ഹെഡ് ആയിട്ട് വരുന്ന വാട്ടർ ആണെങ്കിൽ, നേരെ മുകളിൽ വരുന്ന വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 to 5% ആൽബിഡോ ആണ് വരിക. അതായത് കുത്തനെ സൂര്യപ്രകാശം കിട്ടുന്നിടത്തുനിന്ന് റിഫ്ലക്ഷൻ കുറവാണെന്നാണ് പറയുന്നത്. ഒരു 3 to 5% റിഫ്ലക്ഷൻ കിട്ടും. എന്നാൽ ചെരിങ്ങിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്തുനിന്ന് റിഫ്ലക്ഷൻ കുറച്ചുകൂടി നന്നായിട്ട് ആര് കാണിക്കും? കടലും കാണിക്കും, വെള്ളവും കാണിക്കും. തിക്ക് ക്ലൗഡ് ആണെങ്കിൽ ഒരു 70 to 80% ആൽബിഡോ ഉണ്ട്. എന്നാൽ സാൻഡി ഡെസേർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 20 to 30% ഉള്ളൂ. കാരണം റഫാണ് സർഫസ്, അണ്ടുലേഷൻസ് ഒരുപാടുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ ഗ്രാസ് ഫീൽഡോ ഗ്രീൻ ഫീൽഡോ ഒക്കെ ആണെങ്കിലും അതേമാതിരി തന്നെ ഒരു 20 to 25% ആൽബിഡോ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവർ അബ്സോർബ് ചെയ്യും. ഫോറസ്റ്റ് ഒരു 12% പറയാൻ പറ്റുള്ളൂ. ടാറ്, നമ്മുടെ ബിറ്റുമിനസ് ടാറല്ലേ, നമ്മൾ ഈ റോഡ് ടാർ ചെയ്തിരിക്കുന്ന ടാറിന് 5 to 10% ആണ് റിഫ്ലക്ഷൻ പോസിബിലിറ്റി ഉള്ളൂ. കാരണം ഭയങ്കര കുറവായിരിക്കും എന്തായാലും. കാരണം നമുക്കറിയാം ടാർ ബ്ലാക്ക് ആണ്, കളറിലും ഒക്കെ നമുക്ക് ബ്ലാക്ക് കളറാണ് അപ്പിയറൻസ് ഉള്ളത്. സോ റിഫ്ലക്ഷൻ കുറവായിരിക്കും, കൂടുതൽ അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുക. ബ്ലാക്ക് സോയിലാണെങ്കിൽ 3% മാത്രമേ ഉള്ളൂ ആൽബിഡോ. സെയിം, റിഫ്ലക്ഷൻ ഭയങ്കര കുറവാണ്, കളർ ബ്ലാക്ക് ആയതുകൊണ്ട് കൂടുതൽ അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ്. സോ റിഫ്ലക്ഷൻ ഇസ് ജസ്റ്റ് അബൌട്ട് 3%. അപ്പോൾ വിവിധ വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള ഈ ആൽബിഡോയുടെ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ല കാര്യമാണ്. സാൻഡിനാണോ, ക്ലൗഡിനാണോ, ഗ്രാസ് ഫീൽഡിനാണോ, ഫോറസ്റ്റിനാണോ, ബ്ലാക്ക് സോയിലിനാണോ, സ്നോയ്ക്കാണോ, ഏതിനാണ് ആൽബിഡോ കൂടുതൽ, ഏതിനാണ് ആൽബിഡോ കുറവ്, താരതമ്യേന ഏതിനാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ 2 or 3 പേര് വെച്ച് താരതമ്യം ചെയ്താലും നമുക്ക് പറയാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ആൽബിഡോസിൻ്റെ വാല്യൂസ് വ്യക്തമാണെന്ന് കരുതുന്നു. ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വച്ചേക്കുക, ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, ശരി, അടുത്ത കാര്യത്തിലേക്ക് പോകാം മക്കളെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്. നമ്മൾ ഗ്ലോബൽ ക്ലൈമറ്റ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന മറ്റൊരു ഏരിയയാണ് അന്തരീക്ഷ മർദ്ദവും വായു സഞ്ചാരവും. ആ വായുവിൻ്റെ സഞ്ചാരമാണ് ശരിക്കും നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? വിൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വായു സഞ്ചാരത്തെ വിളിക്കുന്ന പേരാണ് വിൻഡ്, കാറ്റ്. കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം തൊട്ട് മുന്നേ ഞാൻ ലാൻഡ് ബ്രീസിൻ്റെയും സീ ബ്രീസിൻ്റെയും ഒരു ചെറിയ പരാമർശം നടത്തിയപ്പോഴേ പറഞ്ഞതാണ് നിങ്ങളോട്. അത് മർദ്ദ വ്യത്യാസത്തെ സ്വാധീനിച്ചിരിക്കുന്നു. ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റായി, ഒരു ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റായി. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് കാറ്റ് വീശും എന്ന് പറഞ്ഞു. ഇതെപ്പോഴും വായു ഒരു ഫ്ലൂയിഡാണ്, എയർ ഒരു ഫ്ലൂയിഡാണ്. അതായത് ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഫ്ലൂയിഡുകൾ. അങ്ങനെ വരുന്നയാളാണ് എയറും വാട്ടറും ഒക്കെ, അല്ലേ? എയറും ലിക്വിഡും ഒക്കെ. ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ്സിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ എയർ എന്ന് പറയുന്ന ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ എയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യുവാൻ പറ്റും. എങ്ങനെ ഫ്ലോ ചെയ്യും? ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരു പ്രദേശത്തേക്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, അവിടെയുള്ള എയർ തന്നെയാണ്. ഒരു പ്രദേശത്തിൻ്റെ മർദ്ദം നിർണ്ണയിക്കുന്ന ആര് തന്നെയാണ്? എയറിലുള്ള പാർട്ടിക്കിൾസ് തന്നെയാണ്. എയറിൻ്റെ എമൗണ്ട് കൂടുതലുള്ള സ്ഥലത്ത് പ്രഷർ കൂടുതലും, എയറിൻ്റെ എമൗണ്ട് കുറവുള്ള സ്ഥലത്ത് പ്രഷർ കുറവും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ പല കാരണങ്ങളും സ്വാധീനിക്കും എന്നുള്ളതും കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പല ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കാറും ഉണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ദ അറ്റ്മോസ്ഫിയർ ഹാസ് വെയ്റ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എയർ. The pressure exerted by this air on Earth's surface is called atmospheric pressure. ഓക്കെ, അപ്പോൾ എയർ അന്തരീക്ഷത്തിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ കൊടുക്കുന്ന മർദ്ദത്തെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന രീതിയിൽ പറയുന്നത്. ദ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ: ഒന്ന്, ഓൾട്ടിറ്റ്യൂഡ്.
അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ നേരത്തെ ചൂടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഫാക്ടേഴ്സിനെ പറ്റി പഠിച്ചുവല്ലോ. എന്നാൽ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി പഠിക്കേണ്ടതുണ്ട്. അതിലൊന്നും ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ്. അപ്പോൾ ചൂടിനെ സ്വാധീനിക്കുന്ന ഘടകമായിട്ടും നമ്മൾ ആരെ പഠിച്ചിട്ടുണ്ട്? ഓൾട്ടിറ്റ്യൂഡിനെ പഠിച്ചിട്ടുണ്ട്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകമായിട്ട് ആരെ പറയാം? ഓൾട്ടിറ്റ്യൂഡിനെ പറയാവുന്നതാണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷറിന് എന്ത് വ്യത്യാസം സംഭവിക്കും നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് ഞാനിവിടെ നിൽക്കുവാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു വസ്തു ഇവിടെ വച്ചേക്കുവാണ്. അതാണ് അന്തരീക്ഷത്തിൻ്റെ ടോപ്പ് ലെയർ എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ എനിക്ക് മേൽ അന്തരീക്ഷം മർദ്ദം തരുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മുകളിലുള്ള വെർട്ടിക്കൽ എയറിൻ്റെ പാർട്ടിക്കിൾസ് എനിക്ക് തരുന്ന വെയിറ്റ് ബൈ ഏരിയയാണ് എൻ്റെ പ്രഷർ, എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ. ഹൈറ്റ് കൂടി ഇപ്പം ഞാനൊരു വേറൊരു വസ്തുവിൻ്റെ പുറത്ത് കയറി നിൽക്കുവാണെന്ന് കരുതിക്കോ. ഇവിടെ എൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റിന് അത് അപ്പോഴും വ്യത്യാസമൊന്നും വരില്ലല്ലോ. അറ്റ്മോസ്ഫിയറിൻ്റെ ഹൈറ്റ് റിമെയിൻസ് ദ സെയിം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മുകളിലുള്ള എയർ കോളം എനിക്കിപ്പോൾ പ്രഷർ തരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ 100 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് കരുതിക്കോ. ഇത് ഏകദേശം 200 മീറ്റർ ആണെന്ന് കരുതിക്കോ. എന്തായാലും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉയരം കൂടി. അപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് കൂടിയതിനനുസരിച്ച് പ്രഷർ കൂടി കാണുമോ കുറഞ്ഞു കാണുമോ അതോ സെയിം ആയിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓൾട്ടിറ്റ്യൂഡ് കൂടി കാണുമോ കുറഞ്ഞു കാണുമോ സെയിം ആയിരിക്കുമോ? കുറഞ്ഞു കാണും. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. കാര്യം എന്താ? ഇവിടെ എൻ്റെ മുകളിൽ ഇത്രയും എയർകോളമുണ്ട്. ഇത്രയും എയർകോളത്തിൻ്റെ പ്രഷർ ഞാൻ ഏറ്റുവാങ്ങുന്നുണ്ട്, ശരിയല്ലേ? എന്നാൽ ഞാനൊരു ഹൈറ്റിന് മുകളിലേക്ക് കയറിയപ്പോൾ എനിക്ക് മുകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, എന്നെ പ്രഷറൈസ് ചെയ്യാനുള്ള എയറിൻ്റെ എമൗണ്ട് കുറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ശരിയാണോ? അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മർദ്ദം കുറഞ്ഞു എന്ന് സാരം. എയർ കൊടുക്കുന്ന വെയിറ്റാണ് മർദ്ദം എന്ന് ഞാൻ പറഞ്ഞു. എയറിൻ്റെ എമൗണ്ട് കുറഞ്ഞാൽ മർദ്ദവും കുറയുന്നു സാരം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടിയാൽ അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കും മക്കളെ? കുറവ് സംഭവിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എങ്ങനെയാണ് മർദ്ദത്തെ സ്വാധീനിക്കുന്നത്? ഹൗ ഡസ് ടെമ്പറേച്ചർ അഫക്ട് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇപ്പോൾ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടി എന്ന് കരുതിക്കോ. ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ നമ്മൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ലാൻഡ് സൂര്യപ്രകാശം അടിച്ച് ലാൻഡ് പെട്ടെന്ന് ചൂടായെന്ന് ഞാൻ പറഞ്ഞു. ലാൻഡ് ചൂടായപ്പോൾ ലാൻഡിനടുത്തുള്ള എയർ മോളിക്യൂൾസും ചൂടായെന്നും ആ ചൂടായ എയർ മോളിക്യൂൾസ് എങ്ങോട്ട് പോയെന്നും പറഞ്ഞു? എസ്കേപ്പ് ചെയ്ത് മുകളിലോട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ എസ്കേപ്പ് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ എന്ത് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞു? ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ആയി എന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? അല്ലയോ? ആണ്. അപ്പോൾ ചൂട് ഈ പ്രദേശത്ത് കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന വായുവിൻ്റെ പദാർത്ഥങ്ങൾക്ക് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതും തന്മൂലം അവിടെ ഒരു ലോ പ്രഷർ ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും. അപ്പോൾ മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടായോ? നേരത്തെ ഇവിടെ എയർ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എന്തായി? ആ പറയുന്ന എയറിൻ്റെ വാല്യൂവിന് മുഴുവൻ ചേഞ്ച് സംഭവിച്ച് അവിടെ മർദ്ദത്തിന് വ്യത്യാസം സംഭവിച്ചു. അപ്പോൾ ടെമ്പറേച്ചർ ഒരു പ്രദേശത്ത് അഫക്റ്റ് ചെയ്യപ്പെടുന്നതിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ മർദ്ദത്തിന് വ്യത്യാസമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ക്ലിയർ അല്ലേ മക്കളെ? മർദ്ദ വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് ടെമ്പറേച്ചർ തന്നെയാണ്. 3 ഹ്യൂമിഡിറ്റി ഇൻ ദി അറ്റ്മോസ്ഫിയർ ആണ്. വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഹ്യൂമിഡിറ്റി വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റാണ്. അതും നമ്മുടെ ഈ പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. ഈ പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുക? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുക? പ്രഷർ കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന് വിളിക്കുന്ന പേരാണ് ബാരോമീറ്റർ. എന്ത് മീറ്ററാണ്? ബാരോമീറ്റർ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ബാരോമീറ്റർ. ഒരുപാട് തവണ ചോദ്യമായി വന്നിരിക്കുന്ന ഒരു വസ്തുതയാണത്. ദ മെർക്കുറി ബാരോമീറ്റർ ആൻഡ് ദി അനിറോയിഡ് ബാരോമീറ്റർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് ബാരോമീറ്റേഴ്സ്. 2 പ്രധാന ടൈപ്പിലുള്ള ബാരോമീറ്റർ ഉപയോഗിക്കുന്നതിൽ ഒന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി ബാരോമീറ്ററാണ്. ഇത് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയും. മെർക്കുറി റിസർവോയറും എയർ പ്രഷർ എത്രത്തോളം ഉണ്ടോ അത്ര അനുസരിച്ച് ഈ മെർക്കുറിയുടെ കോളം മുകളിലോട്ട് കയറും. ഓക്കെ, അപ്പോൾ ഈ മെർക്കുറിയുടെ കോളം മുകളിലോട്ട് കയറുന്നതനുസരിച്ച് എയർ പ്രഷറിന് നമ്മൾ ഉള്ള സ്ഥലത്തിൻ്റെ പ്രഷറിന് വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു റീഡിങ് നോക്കിയിട്ടാണ്, മെർക്കുറി ട്യൂബിനകത്തൂടി കയറുന്ന റീഡിങ് നോക്കിയിട്ടാണ് നമ്മൾ പ്രഷറിനെ അവിടെ കണക്കാക്കുന്നത്. കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുമ്പോൾ ഈ റിസർവോയറിലോട്ടുള്ള ഈ മെർക്കുറിയിന്മേലുള്ള മർദ്ദം കൂടുമ്പോൾ ഇത് അകത്തോട്ട് കയറും. ഈ പറഞ്ഞ ട്യൂബിനകത്തോട്ട് എന്ത് കയറും? മെർക്കുറി കൂടുതൽ കയറും. അപ്പോൾ ഈ ലെവൽ ഉയരുമല്ലോ. അങ്ങനെ പ്രഷർ കൂടുമ്പോൾ ഈ ലെവൽ ഉയരും. മെർക്കുറി ബാരോമീറ്ററിലെ ലെവൽ ഉയരും. മർദ്ദം കുറയുമ്പോൾ ഈ ലെവൽ താഴുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടെ എനിക്ക്? നിങ്ങളൊരു കണ്ടെയ്നറിനകത്ത് നിറയെ മെർക്കുറി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു യൂട്യൂബ് പോലെ ഒരു ചെറിയൊരു ട്യൂബും കടത്തി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് വെള്ളം കംപ്രസ് ആവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രഷർ കൊടുക്കുന്നു വെച്ചോ. പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഇതിനകത്തുള്ള വെള്ളം താഴും. വെള്ളം ഇങ്ങനെ താഴുമ്പോൾ വെള്ളത്തിന് പുറത്ത് ഈ സൈഡിൽ കൂടെ ചാടി പുറത്ത് പോവാം. അല്ലെങ്കിൽ ഇവിടെ ഈ ട്യൂബിലൂടെ ഈ വെള്ളത്തിന് എന്ത് ചെയ്യാം? മുകളിലോട്ട് കയറാം. വെള്ളത്തിന് പകരം ഇവിടെ മെർക്കുറിയാണ് ഉപയോഗിക്കുന്നതെന്ന് സാരം. ശരിയാണോ? അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഇത്രയും ലെവലിൽ മെർക്കുറി ഉണ്ടായിരുന്നു എന്ന് കരുതിക്കോ. അപ്പോൾ ഞാനിവിടെ ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് മെർക്കുറി വീണ്ടും ഈ ട്യൂബിനകത്തേക്ക് കടക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെവൽ വീണ്ടും ഉയരുകയും ചെയ്യും. ചെയ്യത്തില്ലേ?
അപ്പോൾ ഈ ലെവൽ ഉയരും വ്യത്യാസം വരുന്നതനുസരിച്ച് ഉയരുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ പ്രഷർ കൂടിയിട്ടുണ്ട്. ഇനി പ്രഷർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സാധനം മുകളിലേക്ക് പോകും. പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ നിന്ന് മെർക്കുറി തിരിച്ച് ഈ പറഞ്ഞ ഫ്ലൂയിഡിലേക്ക് ഈ കണ്ടെയ്നറിലേക്ക് പോകുന്ന സാഹചര്യം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ലെവൽ താഴുന്നതായിട്ടും കാണാൻ പറ്റും. അങ്ങനെ ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ലോ പ്രഷറാണ്, പ്രഷർ കുറഞ്ഞു എന്നും കാണാൻ പറ്റും. ഇപ്പോൾ ഇതാണ് പൊതുവേ മെർക്കുറി ബാരോമീറ്റർ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് ഉപയോഗിക്കാം. അതാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ്. സോ ഇൻ മെർക്കുറി ബാരോമീറ്റർ ഒന്ന് വായിച്ചു തരാം. Let me clear. Yes, in mercury barometer, atmospheric pressure is measured by the height of the mercury column. That's ഇപ്പോൾ സൂചിപ്പിച്ചത്, which is 76 centimeter at sea level under normal conditions. സാധാരണ കണ്ടീഷൻസിൽ സീ ലെവൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്ററിൻ്റെ കണക്കനുസരിച്ച് 76 സെൻറ്റിമീറ്റർ ആണ്. പ്രഷർ കൂടുകയാണെങ്കിൽ എന്തായാലും 76 സെൻറ്റിമീറ്ററിൽ നിന്ന് വാല്യൂ കൂടും. പ്രഷർ കുറയുവാണെങ്കിലോ ഇതിൽ നിന്ന് കുറയും. അപ്പോൾ സീ ലെവലിൽ കടൽ നിരപ്പിൽ കാണുന്ന അന്തരീക്ഷ മർദ്ദം എന്നത് മെർക്കുറി ബാരോമീറ്ററിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 76 സെൻറ്റിമീറ്റർ ആണ്. പഠിച്ചിരിക്കണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് സച്ച് എസ് മില്ലി ബാർ ഓർ ഹെക്ടോ പാസ്കൽസ്, അല്ലെങ്കിൽ പാസ്കലോ ബാറോ ഉപയോഗിക്കാം, കുഴപ്പമില്ല. എന്നാലും മില്ലി ബാർ ഹെക്ടോ പാസ്കലിലൊക്കെയാണ് ഉപയോഗിക്കുക. അറ്റ് സീ ലെവൽ ദ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് 1013.2 മില്ലി ബാർ ഓർ 1013.2 ഹെക്ടോ പാസ്കൽ. ഏതാണ് യൂണിറ്റ് അത് പറയാം നമുക്ക് കേട്ടോ. എത്ര മില്ലി ബാറാണ് യൂണിറ്റ് പ്രഷർ വരിക? 1013.2 മില്ലി ബാർ. അത് ഏകദേശം ഒരു ബാർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അല്ലേ. 1013.2 മില്ലി ബാർ ആയിരിക്കും അന്തരീക്ഷത്തിൽ സാധാരണയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സ്പീരിയൻസ്ഡ് അറൌണ്ട് ദി എർത്ത് ഇസ് നോട്ട് യൂണിഫോം ആൻഡ് ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റീജിയൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ചിത്രത്തിനകത്ത്, നേരത്തെ പ്രഷറിൻ്റെ ചിത്രത്തിനകത്ത് നിങ്ങൾ പ്രഷർ ബെൽറ്റിൻ്റെ ഈ ഒരു സാധനം കണ്ടു കാണും. പക്ഷേ നമ്മൾ പ്രഷർ ബെൽറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാവേ. ഇപ്പോൾ ഓരോരോ ഓൾട്ടിറ്റ്യൂഡിൽ ഓരോരോ വ്യത്യസ്തമായ പ്രഷറാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഇത് ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ പ്രഷർ ബെൽറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതുകൊണ്ട് ആ എഴുതിയിരിക്കുന്ന കാര്യം ഡിഫൈൻ ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ കൺസേൺഡ് ആവരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ശരി. The two main factors that influence the air pressure on Earth are altitude and temperature. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Atmospheric pressure is the force exerted by the weight of the air column in the air surface. പറഞ്ഞു. This pressure is not uniform. പറഞ്ഞ കാര്യമാണ്. Variation with altitude, a vertical variation. Atmospheric pressure and altitude have an inverse relationship. Vertical decrease. Atmospheric pressure decreases as you rise vertically because there is a lesser amount of air pushing down. ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു എന്നുള്ളത് കുറയുന്നു എന്നുള്ളത് പറഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി അത് ഡിഫൈൻ ചെയ്ത കാര്യമാണ്. ദ പ്രഷർ ടിപ്പിക്കലി ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 1 മില്ലി ബാർ ഫോർ എവറി 10 മീറ്റേഴ്സ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഇത് നമ്മൾ പറയാത്തതാണ് അതിൻ്റെ കണക്ക്, തോത്. അന്തരീക്ഷത്തിൽ നമ്മൾ ഉയരത്തിലേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ഡ്രോപ്പ് ചെയ്യും നമ്മൾ പറഞ്ഞു. എന്ത് നിരക്കിലാണ് ആ ഡ്രോപ്പ് എക്സ്പീരിയൻസ് ചെയ്യുക? 1 മില്ലി ബാർ. 1 മില്ലി ബാർ പെർ 10 മീറ്റേഴ്സ്. 10 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ 1 മില്ലി ബാറിൻ്റെ വീതം കുറവ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 100 മീറ്റർ ഉയരത്തിലുള്ളൊരു സ്ഥലത്ത് പോയെങ്കിൽ നിങ്ങൾക്ക് എത്ര മില്ലി ബാറിൻ്റെ ഡിഫറൻസ് അനുഭവപ്പെടും? 10 മില്ലി ബാർ പ്രഷർ കുറവായിട്ട് അനുഭവപ്പെടും. 1000 മീറ്റർ ഉയരത്തിൽ കയറിയാലോ? 1000 മീറ്റർ ഉയരത്തിൽ കയറിയാൽ 100 മില്ലി ബാറിൻ്റെ വ്യത്യാസം വരും. 10000 മീറ്റർ ഉയരത്തിൽ കയറിയാൽ നിങ്ങൾക്ക് 200 മില്ലി ബാറിൻ്റെ കുറവ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ 2 അറ്റ്മോസ്ഫിയർ കുറഞ്ഞ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് പോകും എന്നുള്ളതാണ് സാഹചര്യം. ഓക്കെ. അപ്പോൾ ഈ 10000-ലോട്ടൊന്നും നമ്മൾ ആരും പോകാറില്ല. ഇന്ത്യ ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റ് എന്ന് പറയുന്നത് 8000 സംതിങ് ആണ്, മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. 10000-ത്തെ പറ്റി നമുക്ക് സംസാരമില്ല. മീൻസ് ഭൂമിയിലെ പോയിന്റിലില്ല. അല്ലാണ്ട് പോകാം, ബഹിരാകാശത്തോട്ടോ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സോ അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് വെർട്ടിക്കലി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് കണക്ക്. 1 മില്ലി ബാർ ഫോർ എവറി 10 മീറ്റേഴ്സ്. ഓരോ 10 മീറ്ററിലും ഓരോ മില്ലി ബാർ വീതം താപനില താപനിലയല്ല, മർദ്ദം കുറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. എയർ ഡെൻസിറ്റി അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്, ദ നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് എയർ മോളിക്യൂൾസ്, നമ്പർ ആൻഡ് ഡെൻസിറ്റി ഓഫ് എയർ മോളിക്യൂൾ ഡിക്ലൈൻ ബിക്കോസ് എർത്ത്സ് ഗ്രാവിറ്റി ഈസ് ലെസ് ഇഫക്റ്റീവ് അറ്റ് പുള്ളിംഗ് ദി അറ്റ്മോസ്ഫിയർ ടുവേർഡ്സ് ദി സർഫസ് ആസ് യു മൂവ് ഫാർദർ അവേ. ഭൂമിയുടെ അടുത്ത് നിന്ന് അകലേക്ക് പോകുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഭൂമിയുടെ ചുറ്റും ഈ വായു ഭൂമിക്ക് മുകളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. എയർ മോളിക്യൂൾസിനൊക്കെ ഗുരുത്വാകർഷണം കാരണം ഗ്രാവിറ്റി കൊണ്ട് ഇവയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ്. പക്ഷേ ഭൂമിയുടെ സർഫസിൽ നിന്ന് അധികം ഉയരത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് എയർ ഡെൻസിറ്റി കുറയും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അകലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ ഇൻഫ്ലുവൻസ് കുറയുന്നു എന്നുള്ളതാണ്.
ഗ്രാവിറ്റേഷൻ പുള്ളിൻ്റെ ഇൻഫ്ലുവൻസ് കുറയുമ്പോൾ അകലെയുള്ള വസ്തുക്കൾ കൂടുതൽ എസ്കേപ്പ് ചെയ്യാൻ, എയറൊക്കെ എസ്കേപ്പ് ചെയ്ത് പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ താരതമ്യേനെ അന്തരീക്ഷത്തിലെ ഉപരിഘട്ടങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അന്തരീക്ഷ പദാർത്ഥങ്ങൾ, എയർ പാർട്ടിക്കിൾസിൻ്റെ അളവ് കുറവായിരിക്കും, എമൗണ്ട് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇമ്പാക്റ്റ് ഓൺ ബ്രീതിങ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉയരത്തിലേക്ക് പോകുന്നതനുസരിച്ച് ഓക്സിജൻ ഉൾപ്പെടെ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ എവറസ്റ്റൊക്കെ കയറുന്നവർക്ക് ഓക്സിജൻ മസ്റ്റായിട്ടും വേണ്ടി വരും. കാരണം ആ ഒരു ഉയരത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഓക്സിജൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഒരുപാട്, എല്ലാ എയറിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ട്, ഓക്സിജനും ഒക്കെ പെർട്ടിക്കുലർലി നമുക്ക് അതിനോടൊപ്പം നമുക്ക് കിട്ടാത്ത പോലെയും തോന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മൗണ്ടനിയറിങ്ങും ഈ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഓക്സിജൻ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇമ്പാക്റ്റ് ഓൺ ബ്രീതിങ്. എത്ര ഹെൽത്തിയാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. യു മൈറ്റ് ഫീൽ ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ്. അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. മൗണ്ടെയിൻസൊക്കെ കീഴടക്കാനായിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ക്ലിയർ അല്ലേ? സെറ്റ്. As the density of air molecule decreases, the force exerted by them also decreases, resulting in lower air pressure. അല്ലേ? ഇപ്പോൾ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് അവർ കൊടുക്കുന്ന എയർ പ്രഷർ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ എയർ പ്രഷർ കുറയുന്നല്ലോ മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഡിക്ലൈനിങ് എഫക്റ്റ് ഓഫ് എർത്ത്സ് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു, which is responsible for pulling the atmosphere towards earth. As we move further away, there's പറഞ്ഞു, ഇത് നമ്മളോട് പറഞ്ഞ കാര്യമാണ്, വീണ്ടും എഴുതിയിരിക്കുന്നതാണ്, വേണ്ട. ദിസ് ഈസ് ദ റീസൺ വൈ ക്ലൈംബേഴ്സ്, അത് നമ്മൾ പറഞ്ഞു, മൗണ്ട് എവറസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാം, ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറയും. അതായത് പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളിവിടെ ഈ താഴ്ന്ന സമതല പ്രദേശങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മുകളിലേക്ക് പോകുന്ന സമയത്ത്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് അറ്റ് ഹയർ എലിവേഷൻസ് where the atmospheric pressure is lower, it gets easier to raise the vapor pressure of water to bring to the atmospheric pressure, which means the boiling point of water decreases at such places. അതായത് വെള്ളത്തിൻ്റെ തിളനില, ബോയിലിംഗ് പോയിന്റ് ഈ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറയും. കാരണം ഉയർന്ന സ്ഥലങ്ങളിൽ അറ്റ്മോസ്ഫിയറിക്, അതായത് വെള്ളം തിളയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുതൽ മർദ്ദത്തിലേക്ക് അവിടെ അതിൻ്റെ വേപ്പർ പ്രഷറുമാണ്. വേപ്പർ പ്രഷർ എന്ന് പറയും ബാഷ്പമർദ്ദം, വേപ്പർ പ്രഷർ, ഇതാണ് ബാഷ്പമർദ്ദം. അപ്പോൾ ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിലെ വെള്ളം തിളച്ചിട്ട് വേപ്പർ ഉണ്ടാവുമല്ലോ, ആ വേപ്പർ ആ പറയുന്ന വെള്ളത്തിന്മേൽ അവിടെ ഈ വേപ്പർ ഉണ്ടാവുന്നത് കാരണം ഈ സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വേപ്പർ പ്രഷർ എന്ന് വിളിക്കുക, വേപ്പർ പ്രഷർ എന്ന് വിളിക്കുക. അപ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ വേപ്പർ പ്രഷർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടെമ്പറേച്ചർ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴാണ് അത് തിളയ്ക്കുന്നത്. കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ തിളയ്ക്കുള്ളൂ. അത് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഈ വേപ്പർ ഉണ്ടാകുന്നത്, ആ വേപ്പർ പ്രഷർ കൊടുക്കുന്നത്. എന്നാൽ ഈ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ തന്നെ, കാരണം അന്തരീക്ഷ മർദ്ദം അവിടെ കുറവാണ്. കാരണം ഈ അന്തരീക്ഷ മർദ്ദത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വേപ്പർ പ്രഷർ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അന്തരീക്ഷം ഈ പറയുന്ന എയർ സർഫസിലോട്ട് എന്ത് ചെയ്തു, വാട്ടറിൻ്റെ സർഫസിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എയർ വന്നിട്ട് ആ സർഫസിനെ ഇങ്ങനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആദ്യം കൊടുക്കുന്ന ചൂട് കൊണ്ടൊന്നും ഇതിന് എന്താവാൻ പറ്റുന്നില്ല, വേപ്പർ ആവാൻ പറ്റുന്നില്ല. കാരണം എന്താ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക ഈ വെള്ളത്തിൻ്റെ സർഫസിനെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ അടച്ചു വെച്ച കുക്കറിനകത്തൊക്കെ ഇട്ട് എന്ത് ചെയ്യുന്നത്, കുക്കറിനകത്തിട്ട് നമ്മൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. അതിന് കാരണം എന്താ, കുക്കറിനകത്ത് ഈ എയറിൻ്റെ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന എയർ പ്രഷർ കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ്. കുക്കറിനകത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്യും, ഉള്ള എയറിനെയൊക്കെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞിട്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ വരുന്ന സമയത്ത് പ്രഷർ കുറച്ച് ചൂട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേഗം, പെട്ടെന്ന് വെള്ളം തിളയ്ക്കും. സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നതിനേക്കാളും പെട്ടെന്ന് കുക്കറിനകത്ത് തിളപ്പിക്കാൻ പറ്റും എന്ന് സാരം. അതിന് കാര്യം ഇത് തന്നെയാണ്. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ എയർ, ചുറ്റുമുള്ള എയർ ഈ പറയുന്ന വെള്ളത്തിൻ്റെ സർഫസിൽ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രഷർ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രഷർ എത്രയാണ് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷറിനെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം കേപ്പബിൾ ആയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, വേപ്പറിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, വേപ്പർ ഉണ്ടാവാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ 1013 മില്ലി ബാർ എന്ന് പറഞ്ഞു. എവിടെ, നമ്മൾ ഈ പറയുന്ന സാധാരണ സമതല പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ സീ ലെവലിൽ എന്ന് വെച്ചോ. അപ്പോൾ അത്രയും പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. ആ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന തക്കവണ്ണം അതിനേക്കാൾ കൂടുതൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അത്രയും ടെമ്പറേച്ചർ കൊടുത്തതിന് ശേഷം അത്രയും പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേപ്പർ മാത്രമാണ് പുറത്തോട്ട് ചാടി ബാഷ്പീകരണ സ്റ്റേറ്റിലേക്ക്, വേപ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അതിനുശേഷമാണ് അവിടെ വേപ്പർ പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ ഉണ്ടായാൽ നമ്മൾ പറഞ്ഞു വെള്ളം തിളച്ചു എന്ന് നമുക്ക് പറയാം.
എന്നാൽ ഈ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലോട്ട് പോകുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവല്ലേ, 1013 കാണൂല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും, ചിലപ്പോൾ 1000, ചിലപ്പോൾ 900 മില്ലിബാർ ആയിരിക്കും കാണാൻ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായതുകൊണ്ട് തന്നെ ഇത്രയും ചൂട് കൊടുക്കേണ്ടതില്ല ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ ഈ പറയുന്ന ബാഷ്പീകരണം നടത്താൻ. ശരിയാണല്ലോ. കാരണം ആ സമയത്ത് അന്തരീക്ഷം കൊടുക്കുന്ന പ്രഷർ 113 കുറവാണ്, 900 മില്ലിബാറേ ഉള്ളൂ എന്ന് വെച്ചോ, കുറവാണ്. അപ്പോൾ ഇത്രയും പ്രഷറിനെ മാത്രം ആര് വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ മതി, വെള്ളം വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ മതി അവയപ്പറായി മാറാൻ. അപ്പോൾ സമതല പ്രദേശത്ത് വെച്ച് ഞാൻ കൊടുക്കേണ്ട അത്രയും ടെമ്പറേച്ചർ എനിക്ക് കൊടുക്കണോടാ ഇവിടെ എത്തുമ്പോൾ വേണ്ട. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ത് ചെയ്യുന്നത്, ബോയിലിംഗ് പോയിൻ്റ് കുറയുന്നതെന്ന് പറയാം. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് വെള്ളം പെട്ടെന്ന് ഈ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ താഴെയുള്ളതിനേക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് തിളയ്ക്കുന്നത് കാണാൻ സാധിക്കുക. ക്ലിയർ ആണ്? അപ്പോൾ അവിടെയൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാഗി ഒക്കെ കിട്ടും. പെട്ടെന്ന് വെള്ളം തിളയ്ക്കും, 2 മിനിറ്റ് ഷൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് തരും. കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാഗി കിട്ടും ആ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ, കാരണം വെള്ളം പെട്ടെന്ന് തിളയ്ക്കും എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? യെസ്, അത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്. Consequently, this leads to the decrease in the boiling point of water at such location. പറഞ്ഞു, as a result, water boils at a low temperature at a higher altitude compared to ground level. അപ്പോൾ ഗ്രൗണ്ട് ലെവലിനേക്കാൾ കുറഞ്ഞ താപത്തിലായിരിക്കും വെള്ളം എവിടെ തിളയ്ക്കുക, ഉയർന്ന ഓൾട്ടിറ്റ്യൂഡുകളിലേക്ക് പോകുമ്പോൾ തിളയ്ക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ? റൈറ്റ്. വേരിയേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിത്ത് ടെമ്പറേച്ചർ. വെൻ എയർ ഗെറ്റ്സ് ഹീറ്റഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ റൈസസ്. ഇത് നമ്മൾ പറഞ്ഞു. ഇറ്റ് മീൻസ് ദാറ്റ് ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞതാണല്ലോ, നേരത്തെ ആ കൂട്ടത്തിൽ പറഞ്ഞു. ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി വെച്ചാൽ മതി കേട്ടോ. ടെമ്പറേച്ചർ കൂടുമ്പോഴുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം, ഞാൻ എഴുതിയിരിക്കുന്നില്ല, 2-3 ഉണ്ട്. വെൻ ദി എയർ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ഇറ്റ്സ് ടെമ്പറേച്ചർ റൈസസ്. It means that the air molecules acquire more energy and start moving apart from one another. This creates the result in a decrease in the density of the air molecule. ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ ഈ കൂടുതൽ എനർജി ആണല്ലോ കിട്ടുക. ടെമ്പറേച്ചർ മീൻസ് ഹീറ്റ് കിട്ടുകയാണല്ലോ. ഹീറ്റ് കിട്ടുക മീൻസ് എനർജിയാണ്. അത് എനർജി കൂടുതൽ കിട്ടുമ്പോൾ മോളിക്യൂൾസ് അടുത്തടുത്തിരുന്നതിൽ നിന്ന് വീണ്ടും ഫർദർ ക്ലോസ് എവേ മൂവ് ചെയ്യും, ഫർദർ എവേ ആയിട്ട് മൂവ് ചെയ്ത് പോകും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സമയത്ത് ഒരു പ്രദേശത്തുള്ള ഡെൻസിറ്റി, എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുന്നതാണ്. As density decreases, the force exerted by this molecule per unit area also decreases. That is, the air pressure decreases. അങ്ങനെ ഡെൻസിറ്റി കുറയുന്നു. കാരണം നേരത്തെ ഇത്രയും എയർ ഒരുമിച്ചുണ്ടായിരുന്നിടത്തുനിന്ന് ഇപ്പോൾ ഞാൻ ടെമ്പറേച്ചർ കൊടുത്തത് കാരണം, ഇതിന് ടെമ്പറേച്ചർ കിട്ടിയത് കാരണം പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു, ഇത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇവൻ ഇവിടെ തരുന്ന പ്രഷറിൻ്റെ അത്ര ഉണ്ടാവും, അവിടുത്തെ പ്രഷർ ഇല്ല എന്ന് സാരം. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ പ്രഷർ കുറഞ്ഞു. നമ്മൾ ആ ലാൻഡിൻ്റെയും സീയുടെയും കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ടെമ്പറേച്ചർ കിട്ടിയപ്പോൾ ലാൻഡിൻ്റെ അടുത്തുള്ള എയറിൽ എസ്കേപ്പ് ചെയ്ത് മുകളിലോട്ട് പോയി. എസ്കേപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. Similarly, when any region experiences a cold condition, the air molecules get started moving close to each other. Air molecules, തണുപ്പുള്ള സ്ഥലങ്ങളിൽ എയർ മോളിക്യൂൾസ് എല്ലാം ക്ലോസർ ആയിട്ട് തന്നെ ഉണ്ടാവും, അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും, which creates a high pressure. This means the density of air molecule increases and the force per unit area also increases, which creates in a high pressure region of that place. Low pressure systems see an upward rise of air, resulting in convection current that causes the formation of clouds and weather conditions. ശരിയല്ലേ? അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലോ പ്രഷർ റീജിയൻസിൽ നിന്ന് തീർച്ചയായിട്ടും എയറിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ശരിയാണല്ലോ? കാരണം എയർ ഉണ്ടായിരുന്നത് അപ്വേർഡ് മൂവ് ചെയ്തിട്ടാണ് അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടായത് തന്നെ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് എയറിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? കൺവെക്ഷൻ, അല്ലേ? നമ്മൾ പഠിച്ചതാണ് കൺവെക്ഷൻ കറൻസ് അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന് പറയും. ഇതാണ് ഇത് എയർ മോളിക്യൂൾസ് ആണ്. അത് മുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പോയിട്ടാണ് പിന്നീട് ക്ലൗഡ് ഫോം ചെയ്യുന്നതും വെതർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ, അതായത് മഴ ഉൾപ്പെടെയൊക്കെ ഉണ്ടാകുന്നതിന് കാരണക്കാരനാകാൻ ഇവൻ സഹായിക്കുമെന്ന് നമുക്ക് പറയാം. എക്സ്ട്രീം ലോ പ്രഷർ കണ്ടീഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് സൈക്ലോൺസ് വിച്ച് ക്യാൻ കോസ് ലാർജ് സ്കെയിൽ ഡിസ്റ്റർബൻസ് ഓവർ എ റീജിയൻ. വളരെയധികം ഹൈ ആയിട്ടുള്ള ലോ പ്രഷർ റീജിയൻസ് ഉണ്ടായാൽ, ഹൈ മീൻസ് വളരെയധികം കാര്യമായിട്ടുള്ളൊരു ന്യൂനമർദ്ദ മേഖല ഉണ്ടായാൽ അത് എന്തിന് കാരണമാവും? സൈക്ലോൺ ഫോർമേഷൻസിന് പെട്ടെന്നുണ്ടാകുന്ന, വളരെ ക്വിക്കുമായിരിക്കും കേട്ടോ, വളരെ പതുക്കെ ഉണ്ടാവുന്ന ലോ പ്രഷർ ആയിരിക്കില്ല, വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടുണ്ടാകുന്ന ഒരു ലോ പ്രഷർ റീജിയൻ, അതും താരതമ്യേന ഒരു വലിയ നമ്പറിൽ ഉള്ളൊരു ലോ പ്രഷർ റീജിയനാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ പ്രദേശത്ത് സൈക്ലോൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചക്രവാതം ചുഴികൾ ഉണ്ടാകാനും ചക്രവാതങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചുഴലിക്കാറ്റ് എന്ന് വിളിക്കുന്ന കണ്ടീഷൻ, പെട്ടെന്ന് ചുറ്റുമുള്ള എയറിനെ മുഴുവൻ ആ ഒരു ലോ പ്രഷറിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. At the same time, high atmospheric pressure would mean downward descent of air and the resultant condition would be calm and weatherless phenomena with a clear sky as associated with the anticyclones.
എന്നാൽ ഇതുപോലെ മർദ്ദം കുറയുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മർദ്ദം കുറയുമ്പോൾ എയറൊക്കെ കൂടി മുകളിലോട്ട് പോകും, അത് കൺവെൻഷൻ എന്ന് പറയും. അതിനോട് കൂട്ടത്തിൽ വാട്ടർ മോളിക്യൂൾസും ഒക്കെ ഉണ്ടാകും. അത് പിന്നീട് ക്ലൗഡ് ഫോം ചെയ്യുന്നതിനും മഴ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാണ്. എന്നാൽ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞാലോ, ഹൈ പ്രഷർ റീജിയനകത്ത് സ്വാഭാവികമായിട്ടും തണുത്ത കാറ്റുകളെല്ലാം അല്ലെങ്കിൽ എയർ മോളിക്യൂൾസ് എല്ലാം തണുത്ത് തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ താഴെ തന്നെ നിലനിൽക്കുന്ന കണ്ടീഷനായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വെതർ ഫിനോമിനാസ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഹൈ പ്രഷർ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷർ റീജിയൻസിനെ പൊതുവേ നമ്മൾ പ്രതിചക്രവാതം, ആൻറ്റി സൈക്ലോൺസ് എന്ന രീതിയിലാണ് പറയുക കേട്ടോ. സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും എന്ന് പറയുന്ന മേഖലകൾ. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം, ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണേ. ഇപ്പോൾ സൈക്ലോൺസിൻ്റെ കാര്യത്തിൽ, സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചക്രവാതമാണ്. പ്രഷർ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും, പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്രം ലോ പ്രഷറാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ലോ പ്രഷർ സെൻറ്റർ. അപ്പോൾ ചുറ്റുമുള്ള മേഖലയിൽ നിന്ന് കാറ്റിനെ എങ്ങോട്ട് ചുഴറ്റി അങ്ങോട്ട് ഈ ലോ പ്രഷറിലോട്ട് അങ്ങോട്ട് ആർജിച്ച് അങ്ങോട്ട് എടുക്കും. അതാണ് ആര് ചെയ്യുന്നത്? സൈക്ലോൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുക സൈക്ലോൺസിന് ഒരു സെൻറ്റർ ഉണ്ടാവും. സെൻറ്റർ, അതിന് ഐ ഓഫ് ദി സൈക്ലോൺ എന്നൊക്കെ നമ്മൾ വിളിക്കാം. കണ്ണ്, ഐ ഓഫ് ദി സൈക്ലോൺ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഐ എന്ന് പറയുന്ന റീജിയനിൽ എന്തായിരിക്കും? സൈക്ലോണിൻ്റെ കാര്യത്തിൽ ലോ പ്രഷർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സൈക്ലോണ് വിൻഡിൻ്റെ പാറ്റേൺ നോക്കിയാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സതേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. എങ്ങനെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസ് ഉണ്ടാവുന്ന ദിശ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഒരു ലോ പ്രഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാകുന്ന കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ നോർത്തേൺ ഡയറക്ഷനിലാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ കണ്ട ഒരു പി വൈക്കിൻ്റെ ഉത്തരമാണത്. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് കണ്ട പി വൈക്കിൻ്റെ ഒരു ഉത്തരം. അത് സതേൺ ഹെമിസ്ഫിയർ ആണെങ്കിലോ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ ക്ലോക്ക് വൈസ് ആയിരിക്കും. ശരിയാണോ? ഘടികാര ദിശയിലും പ്രതിഘടികാര ദിശയിലുമായിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? എന്നാൽ ഇത് സൈക്ലോൺസിൻ്റെ കാര്യത്തിലാണ്. ലോ പ്രഷറിൻ്റെ കാര്യത്തിൽ ഹൈ പ്രഷർ റീജിയനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ ആൻറ്റി സൈക്ലോൺ എന്ന് പറയാം. ഹൈ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞാൽ അതൊരു ആൻറ്റി സൈക്ലോൺ ആണല്ലോ. നേരെ തിരിച്ചുണ്ടാവും. ആൻറ്റി സൈക്ലോൺസ് ആണ്. ആൻറ്റി സൈക്ലോൺ ഹൈ പ്രഷറാണ്. ഹൈ പ്രഷറിൽ നിന്ന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് കാറ്റിന് എന്ത് ചെയ്യും? ചുഴറ്റി എറിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഹൈ പ്രഷർ റീജിയൻ വരെ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുക. ശരിയല്ലേ? ഇത് ആൻറ്റി സൈക്ലോൺ ആണ്. അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്നത് കൺവെർജൻസ് ആണ്. ഇവിടെ നടക്കുന്നതോ ഡൈവേർജൻസ് ആണ്. ഓക്കെ, ഇവിടെ ഇത് ഹൈ പ്രഷറാണ്. സെൻറ്റർ എന്താണ്? സെൻറ്റർ ഹൈ പ്രഷർ സെൻറ്ററാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് ആ കാറ്റ് പോകാൻ നമുക്കറിയാം. അപ്പോൾ ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷറിലോട്ട് ചുറ്റും ഉള്ള പ്രദേശങ്ങളിലോട്ട് കാറ്റിങ്ങനെ ചുഴറ്റി എറി. ഇവിടെയാണെങ്കിലോ ഇത് ലോ പ്രഷർ റീജിയൻ ആണെന്ന് പറയും, സെൻറ്റർ. അപ്പോൾ ചുറ്റുമുള്ള ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് കാറ്റിനെ എല്ലാം കൂടെ അങ്ങ് അബ്സോർബ് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കും ലോ പ്രഷർ. അതുകൊണ്ട് ഇത് എല്ലാം കൂടി ആ പോയിന്റിലേക്ക് വന്ന് ചുരുങ്ങുന്നത് കൊണ്ടാണ് അതിനെ കൺവേർജിങ് എന്ന് വിളിച്ചത്. ഇവിടെ ഒരു പോയിന്റ് ഇന്ന് എല്ലായിടത്തേക്കും പോകുന്നത് കൊണ്ട് അതിനെ എന്തെന്നും വിളിച്ചു? ഡൈവേർജിങ് അല്ലെങ്കിൽ ഡൈവേർജൻസ് എന്നും വിളിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? അപ്പോൾ ആൻറ്റി സൈക്ലോൺസ് ചെയ്യുന്നത് പൊതുവെ എന്തായിരിക്കും? ഡൈവേർജൻസ് ആയിരിക്കും. സൈക്ലോൺസ് ചെയ്യുന്നത് എന്തായിരിക്കും? കൺവേർജൻസ് ആയിരിക്കും. ക്ലിയർ ആണോ? ആൻറ്റി സൈക്ലോൺസ് ഇത് നേരെ തിരിച്ചു പറയാം. അത് പാറ്റേൺ നേരെ തിരിച്ചാണ്. സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ആൻറ്റി സൈക്ലോൺ നേരെ തിരിഞ്ഞിട്ടാണ് വരിക, ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കണ്ടോ? ആൻറ്റി സൈക്ലോൺസ് ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ക്ലോക്ക് വൈസും സതേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. യു മസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. യു മസ്റ്റ് നോ ദിസ്. ഇതറിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം ഈ കൺവെർജൻസ് ഡൈവേർജൻസും ഈ പറയുന്ന ടേബിളില്ല, അതുകൂടി നിങ്ങളിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർത്ത് വെച്ചോണം. സൈക്ലോൺ എന്ന് പറയുന്നത് പൊതുവെ കൺവെർജൻസ് ആണ്. പ്രതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഡൈവേർജൻസ് ആണ്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. കൺവെർജൻസും ഡൈവേർജൻസും അതുകൊണ്ടൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. റൈറ്റ്, ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റാണ്. അടുത്തത് എയർ പ്രഷർ ഗ്രേഡിയൻറ്റ്. എയർ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ ചേഞ്ചിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ ഹൊറിസോണ്ടൽ ഗ്രേഡിയൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. അത് വെർട്ടിക്കലി പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്ന കണ്ടീഷനുണ്ട്, ഹൊറിസോണ്ടലി പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്ന കണ്ടീഷനുണ്ട്. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ലാറ്റിറ്റ്യൂഡിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഭൂമിയിൽ ഈ ഭാഗത്തുള്ളത് ഇങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തെ മൊത്തത്തിൽ പറയുമ്പോൾ അവിടെ ഓരോയിടത്തും അനുഭവപ്പെടുന്ന മർദ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ അതിനെയാണ് ഹൊറിസോണ്ടൽ വേരിയേഷൻ ഓഫ് ദി പ്രഷർ എന്ന് പറയുക, ഹൊറിസോണ്ടൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുക.
ഇനി വെർട്ടിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് മുകളിലേക്കാണ്, അതായത് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് വെർട്ടിക്കൽ ഗ്രേഡിയൻ്റ് ഓഫ് പ്രഷർ എന്ന രീതിയിൽ പറയാം. സോ വെൻ ഇറ്റ് കംസ് ടു ഹൊറിസോണ്ടൽ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് നമ്മൾ പൊതുവേ പ്രഷർ ബെൽറ്റ്സ് ഓഫ് ദി വേൾഡ് എന്നൊക്കെയുള്ള രീതിയിൽ പഠിക്കും. നമ്മൾ പ്രഷർ ബെൽറ്റ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, ഇന്ന് നമുക്ക് സമയം അതിക്രമിച്ചു പോയി. അപ്പോൾ അടുത്ത ദിവസമായിരിക്കും നമ്മൾ പ്രഷർ ബെൽറ്റ് ഡിസ്കസ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വരിക, ഹൊറിസോണ്ടൽ വേരിയേഷൻ്റെ ഭാഗമായിട്ട് അതുണ്ട്. So air pressure gradient simply refers to the change in the atmospheric pressure as measured across a certain distance. ഒരു ദൂരപരിധിക്കിടയിൽ വെച്ചിട്ട് ഈ പറയുന്ന വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഒരു ദൂരപരിധിക്കിടയിൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു, അന്തരീക്ഷ മർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതിനെയാണ് ഈ ഹൊറിസോണ്ടൽ വേരിയേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. As the density of air is higher at a high pressure region, the lower in low pressure region, we can see the movement of air molecules from that region of high pressure to the low pressure region. നമുക്കറിയാം high pressure in the low pressure ലോട്ടാണ് എയറിൻ്റെ മൂവ്മെൻറ്റ് കാണുക. The force that moves the air molecule is due to the difference in the air pressure or pressure. Therefore this apparent push force is called the pressure gradient force. അങ്ങനെ ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് കാറ്റ് മൂവ് ചെയ്യാൻ കാരണം ഈ പ്രഷറിനുണ്ടായ വ്യത്യാസമായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഷറിനെ അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത് പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് എന്ന് നമുക്ക് വിളിക്കാം എന്ന് എഴുതുന്നതാണ്. പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്. അപ്പോൾ കാറ്റുണ്ടാകുന്നതിന് കാരണം പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദിസ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഗിവ്സ് ദ ഇനീഷ്യൽ പുഷ് ടു ദ വിൻഡ് ഫ്ലോ. അപ്പോൾ വിൻഡ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുഷ് കൊടുക്കുന്ന ആരാണ്? ഈ ഒരു ഫോഴ്സ് ആണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് പ്രഷർ ചേഞ്ചസ് മീൻസ് സ്ട്രോങ് വിൻസ്. അതായത് ഇപ്പോൾ ഐസോബാറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിലും പഠിച്ചിരിക്കുക. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസോ ടേംസ് പഠിച്ചതുപോലെ ഒരേ പ്രഷറുള്ള റീജിയനുകളെ മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിന് വിളിക്കുന്ന പേരാണ് ഐസോബാറുകൾ. നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഐസോബാർസ്. ഓക്കെ, ഐസോബാർസ് എന്താണ്? ഒരേ പ്രഷറുള്ള റീജിയൻസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനിനെ വിളിക്കുന്ന പേര് ഐസോബാർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഇസ് 1028 എന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അത് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഇത്രയും പ്രദേശത്തെയും പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1028 മില്ലിബാറാണ്. ഇവിടെ വന്നപ്പോൾ അത് 1024 കണ്ടോ. അപ്പോൾ ഇത് 1024 മില്ലിബാർ എന്ന പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ഈ വരച്ചിരിക്കുന്നത്. താഴെ 1020, 1016, 1012 ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മർദ്ദമുള്ള സ്ഥലത്ത് ഏറ്റവും മീൻസ് ഉള്ളിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1031 ഇവിടെ മാർക്കിംഗ് അല്ല, സ്ഥലം മുഴുവൻ 1031 എന്നാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഹൈ പ്രഷർ H എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ പ്രഷർ ഇവിടെ നോക്കിയത് 1031. ഇവിടെ ഒരു സ്ഥലം കണ്ടോ നിങ്ങൾ? 998 മില്ലിബാറേ ഉള്ളൂ പ്രഷർ. അപ്പോൾ അവിടെ ഒരു എല്ല് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോ പ്രഷർ എന്നർത്ഥം. ആ റീജിയൻ ആരാണ്? ആ റീജിയൻ ഒരു ലോ പ്രഷർ റീജിയനാണ് എന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ. അപ്പോൾ ഐസോബാറുകളാണ് ഈ പ്രഷറിനെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതിൽ വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ക്ലോസ് ആയിട്ടുള്ള ഐസോബാറുകളാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസ് ഉള്ള ഏരിയാസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ അകന്ന് നിൽക്കുന്ന ഐസോബാറുകളാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നും പ്രഷറിനകത്ത് ഇല്ല എന്ന രീതിയിൽ നമുക്ക് പറയാനും സാധിക്കും കേട്ടോ. ഹ്യൂമിഡിറ്റിയും അന്തരീക്ഷ മർദ്ദവും എന്ന് പറയുമ്പോൾ ഹ്യൂമിഡിറ്റി റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം വെയിറ്റ് ഓഫ് ദി വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ വിച്ച് കോസസ് ഇറ്റ് ടു അസെൻഡ്. വാട്ടർ വേപ്പർ എയറിൻ്റെ ഭാരത്തേക്കാൾ കുറവുള്ളവനാണെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് മുകളിലേക്ക് പോകും. നമ്മുടെ വേപ്പർ മുകളിലേക്ക് പോകും, നമുക്കറിയാമല്ലോ, ക്ലൗഡ് ഫോം ചെയ്യുന്നതിന് വേണ്ടി. So if the quantity of water vapor is higher in a unit volume of air, the atmospheric pressure will naturally be low. കാരണം എയറിനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ഈ വാട്ടർ വേപ്പർ അവിടെ പ്രസൻ്റ് ആയിരിക്കാം. അപ്പോൾ എയറിനേക്കാളും വെയിറ്റ് കുറവാണ് വാട്ടർ വേപ്പറിനെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്ടർ വേപ്പർ കൂടുതലുള്ളൊരു പ്രദേശത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ താരതമ്യേന കുറവ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയ വാട്ടർ വേപ്പർ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ട്രോപ്പോസ്ഫെറിക് കണ്ടീഷൻസിൽ എന്നുള്ളത് പറയാൻ പറ്റും കേട്ടോ. കാരണം വാട്ടർ വേപ്പർ ഇസ് എന്താ പറയുക, ഇസ് ലൈറ്റർ ദാൻ എയർ. വാട്ടർ വേപ്പർ ഇസ് ലൈറ്റർ ദാൻ എയർ. എയറിനേക്കാൾ ലൈറ്ററാണ് വാട്ടർ വേപ്പർ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു പ്രദേശത്ത് ഞാൻ ഒരു വോളിയം ഓഫ് എയർ കൺസിഡർ ചെയ്യണം. ഇതിൽ ഇത്രയും ഉണ്ടായിരുന്ന എയർ ആണെന്ന് കരുതിക്കോ. ഓക്കെ, ഇപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ കുറേ എന്താ പറയുക വേപ്പർ ഹ്യൂമിഡിറ്റി കൂടി എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ എയറിന് ക്വാണ്ടിറ്റിയിൽ കുറേ റീപ്ലേസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഹ്യൂമിഡിറ്റി കണ്ടൻറ്റ് അല്ലേ വാട്ടർ വേപ്പർ കയറുമ്പോൾ പ്രത്യേകിച്ച് ഈ സെയിം വോളിയത്തിൽ ഉൾക്കൊള്ളാനുള്ള അത്രയും ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാതി മെറ്റീരിയലും വാട്ടർ വേപ്പറാണ്. വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ മീൻസ് വെയിറ്റ് എയറിനേക്കാൾ കുറവായതുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും, ഇവൻ കൊടുക്കുന്ന പ്രഷർ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇവിടെ ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫറിക് പ്രഷറും തമ്മിലുള്ളത് എന്നും പഠിച്ചിരിക്കുക. ഹ്യൂമിഡിറ്റി കൂടിയാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയുന്നത് കാണാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്.
The world distribution of sea level pressure varies by latitude and season, and these patterns are characterized by several distinct pressure belts. ആ പ്രധാനപ്പെട്ട പ്രഷർ ബെൽറ്റുകൾ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രഷറിൽ കാര്യമായിട്ട് വരുന്ന ലോകത്തിൽ കൃത്യമായി നിർണ്ണയിച്ച് വച്ചിരിക്കുന്ന കുറേ ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ചിലുള്ള പ്രഷർ റീജിയൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രഷർ ബെൽറ്റുകളായിട്ട് നമ്മൾ പറയുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതുപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, പിന്നെ സബ് ട്രോപ്പിക്കൽ കഴിഞ്ഞ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലേ. ഇക്വറ്റോറിയൽ ലോ, സബ് ട്രോപ്പിക്കൽ ഹൈ, സബ് പോളാർ ലോ, പോളാർ ഹൈ എന്ന രീതിയിൽ പ്രഷർ ബെൽറ്റ്. ഇത് നോർത്തിലും സൗത്തിലും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, മൊത്തത്തിൽ 7 ബെൽറ്റുകൾ നമ്മളങ്ങനെ പ്രഷർ ബെൽറ്റുകൾ പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകളെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. So these pressure belts are not permanent in their exact location. They are dynamic and oscillates based on the sun position. പ്രഷർ ബെൽറ്റുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടാവണമെന്നും നിർബന്ധമുള്ളതൊന്നുമല്ല. ഈ പ്രഷർ ബെൽറ്റുകൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഡിപ്പെൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഘടകങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ടെമ്പറേച്ചർ അത് ഇതൊക്കെ. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മർദ്ദ മേഖലകൾക്കും ചെറിയ ഷിഫ്റ്റിംഗ് ഉണ്ടാവും. ബട്ട് മോറോലെസ് ഇതൊക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും ഇവന്മാർ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു കൃത്യമായ സ്ഥലത്ത് തന്നെ അത് ഫിക്സഡ് ആയിട്ട് പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ക്യാൻ ഹാവ് സർട്ടൻ വേരിയേഷൻസ്. അതിന് ചെറിയ വേരിയേഷൻസോ മൂവ്മെൻറ്റ്സോ ഒക്കെ ഉണ്ടാവാം. ഡിപ്പെൻസ് അപ്പോൺ ദി സൺസ് പൊസിഷൻ. സൂര്യൻ്റെ പൊസിഷനിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ അടിസ്ഥാനപ്പെടുത്തി, കിട്ടുന്ന ചൂടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രഷർ ബെൽറ്റുകളുടെ വാല്യൂസ് അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റുകളുടെ റീജിയൻസിന് ചെറിയ റീജിയണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ കേട്ടോ. The belt shift in accordance with the apparent movement of the sun. സൂര്യൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. വിൻ്റർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിങ് വിൻ്റർ ദ പ്രഷർ ബെൽറ്റ് മൂവ് സൗത്ത് വേർഡ്. സ്വാഭാവികം വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ സൂര്യൻ കുറച്ച് താഴെ നിൽക്കുകയായിരിക്കും, സൗത്തിലോട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത് സദേൺ ഹെമിസ്ഫിയറിലോട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകൾ, പ്രത്യേകിച്ച് ഈ ലോ പ്രഷർ ബെൽറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സൗത്ത് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ സൂര്യൻ നോർത്തിലോട്ട് വരുന്ന കണ്ടീഷനിലോ ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകളെല്ലാം ഒന്ന് നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഒരല്പം, കാര്യമായിട്ടൊന്നല്ല കേട്ടോ, ഒരു ചെറിയ തോതിൽ നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ബാക്കി ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമെങ്കിലും ഇവന്മാരിലൊരു ചെറിയ നോർത്തോട് ഷിഫ്റ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നത് പോലെ, മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നത് പോലെ ഓരോ പ്രഷർ ബെൽറ്റിനെയും അത്തരത്തിലുള്ള വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് വിൻ്ററിൻ്റെ കാര്യത്തിലും സമ്മറിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രഷറിൻ്റെ ഐസോബാറുകൾ വരച്ചിരിക്കുന്നതാണ് കണ്ടോ. ഇത് ഗ്ലോബൽ കണ്ടീഷനാണ്. ഇവിടെയാണ് ഇന്ത്യയൊക്കെ വരുന്ന റീജിയൻ നിൽക്കുകയാണ്. ഇന്ത്യ ഇവിടെ നിൽപ്പുണ്ടാവും. അങ്ങനെ ഗ്ലോബലി ഉള്ള ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഐസോബാറുകൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കരുതുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കിന്ന് സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ പ്രഷർ ബെൽറ്റിലേക്കും കൂടെ പോകാമായിരുന്നു. തൽക്കാലം നമുക്കിവിടെ ഇത് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചത് ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സുമാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ പ്രഷർ ബെൽറ്റുകൾ എന്ന് പറയുന്നത്. ആ പ്രഷർ ബെൽറ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 3 നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് PYQs ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മറ്റ് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, ഉണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഗ്ലോബലി ഉള്ള പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ളതും ആ പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത്. പ്രഷർ മീൻസ് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ പഠിച്ചു. വേപ്പർ പ്രഷർ പഠിച്ചു. ഓൾട്ടിറ്റ്യൂഡ് കൂടുകയും കുറയുന്നതിനനുസരിച്ചിട്ട് പ്രഷറിന് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ളത് പഠിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി പോയത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പ്രഷർ എന്ന റീജിയനുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നവരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ച് വിശകലനം ചെയ്ത് റിവൈസ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത കണ്ടൻറ്റ് ഇതിൻ്റെ പ്രഷർ ബെൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്